അബ്രഹാം ബലിയർപ്പിക്കാൻ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പം അവിടെ ബലിയർപ്പിക്കാനുള്ള ഒരു മൃഗത്തെ ദൈവം പുറകിൽ കരുതി വച്ചിരുന്നു. അതാണ് പറഞ്ഞത്, നമ്മൾ ഒരു കാര്യവുമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറു സൈഡിൽ അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് പറയുമല്ല, ഈ പുസ്തകത്തിലുണ്ടെന്നേ. ഇന്ന് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളെ നോക്കിയിട്ട് വിശ്വാസത്തിന്റെ അകത്തു നിന്നൊരു വാക്ക് പറയാം, മറു സൈഡിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ, മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ, മറു സൈഡിൽ ദൈവം അത് നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് ദൈവം നിനക്ക് വേണ്ടി കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ശത്രുവിനെ പിടികിട്ടിയിട്ടില്ല, മിത്രത്തെ പിടികിട്ടിയിട്ടില്ല. ശത്രുവാരാ മിത്രവാരാ ആദ്യം അറിയണം. ദൈവത്തിന്റെ ഭാഷയെ അറിയണം. പ്രാർത്ഥിക്കുന്നവൻ മുറ്റത്ത് തിണ്ണേ വരുമ്പോഴേ അറിയാം ഇവനെ അകത്തോട്ട് കയറ്റണോ, ഇവനെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണോ എന്ന്. പട്ടി എങ്ങനെയാ കടിക്കാൻ വരുന്നത്? പട്ടി ചിരിച്ചോണ്ടല്ല കടിക്കാൻ വരുന്നത്. കടിക്കാൻ വരുന്ന നമുക്ക് കാണുമ്പോഴേ അറിയാം ഈ പട്ടി കടിക്കാനാ വരുന്നത്. മനുഷ്യൻ എങ്ങനെയാ കടിക്കാൻ വരുന്നത്? ചിരിച്ചോണ്ടാണ്. പുള്ളി നമ്മൾ ഓർക്കും ഇത്രയും നല്ല മനുഷ്യൻ ഈ വില്ലേജിൽ ഈ പഞ്ചായത്തിലില്ല. ഓ, എന്ത് നല്ല ചിരിയാണ് ആ മനുഷ്യൻ്റേത്. പലരും പോയി അങ്ങനെയാ കുടുങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറെ പ്രതീക്ഷയോടെ കണ്ണുകളെ നമുക്കൊന്നടച്ച് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മനസ്സിലോർത്തുകൊണ്ട് നമുക്കൊന്ന് നിൽക്കാം. ഇങ്ങനെയൊന്ന് വിശ്വാസത്തിൽ പറ, ഇനി എൻ്റെ ജീവിതം പഴയ പോലെ തകരില്ല. കാരണം എൻ്റെ കരം എൻ്റെ ദൈവം മുറുക്ക പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. ഇനി ഞാൻ പഴയ പോലെ തകരില്ല. ഇനി എൻ്റെ ജീവിതം പഴയ പോലെ തകർന്നു പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ദൈവരാജ്യത്തിൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാനെന്ന്. ദൈവരാജ്യത്തിൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ഇനി എൻ്റെ ജീവിതം പഴയ പോലെ ഡൗൺ ആവുകയോ ഡിപ്രഷൻ ആവുകയോ ഇല്ല. കാരണം എൻ്റെ കരം എൻ്റെ ദൈവം മുറുക്ക പിടിച്ചിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. എല്ലാ കരങ്ങളെയും ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. വചനം കേൾക്കുന്ന നിന്നിലേക്കാണ് ഇന്ന് അനുഗ്രഹം കയറി വരുന്നത്. വചനം കേൾക്കുന്ന നിന്റെ നേരെയാണ് സൗഖ്യത്തിന്റെ വാതിലിനെ ദൈവം തുറന്നു വച്ചിരിക്കുന്നത്. വചനം കേൾക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളിലാണ് ഒരു വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നത്. വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിലേക്കാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ചില ദൈവിക ഇടപെടലുകൾ കയറി വരുന്നത്. നിന്നിലേക്ക് ഒരു ഐശ്വര്യം, വചനം കേൾക്കുന്ന നിന്നിലേക്കാണ് ഇന്നൊരു ഐശ്വര്യം കയറി വരുന്നത്. ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വച്ച്, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാണ്. അതൊന്ന് വിശ്വാസത്തിലോർക്ക്. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാണ്. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാണ്. എല്ലാവരും പാടാമോ? വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാണ്. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം, ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനാദി. ദൈവരാജ്യത്തിന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനാദി. അതുകൊണ്ട് ആ കരം അല്പം ഉയർത്തി പറയുവാണ്, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ.
അങ്ങേ പിരിഞ്ഞു, അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അർത്ഥമറിഞ്ഞൊന്ന് പാടാമോ? അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. പാടിയേ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അതുകൊണ്ട് പറയുന്നു, സ്നേഹിക്കുന്നേ, വിശ്വസിച്ച് സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. പാടാൻ വേണ്ടി പാടാതെ നിയോഗത്തോടെ പാടാമോ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെ. സൂര്യന് താഴെയുള്ള ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ വചനം നിന്നിൽ ഉണ്ടായാൽ, ദൈവത്തിന്റെ സ്നേഹം നീ അനുഭവിച്ചാൽ, സൂര്യന് താഴെ പല ശക്തികളുമുണ്ട്. അതിനൊന്ന് സൂര്യന് താഴെയുള്ള ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം നീ സർവശക്തിയോടെ എഴുന്നേൽക്കും ദൈവത്തെ. അതുകൊണ്ട് പറഞ്ഞു, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം മുഴുവൻ നിന്നിൽ തന്നെയല്ല. ഒന്ന് ശബ്ദമുയർത്തി ചേർന്ന് പറയാമോ? വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെ. എല്ലാവരും ശബ്ദത്തെ ഉയർത്തി പറഞ്ഞ്, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും യാതൊന്നും ചെയ്യുവാനില്ല. ഒരു പ്രാർത്ഥനയോടെ പാടി, അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞേ, സ്നേഹിക്കുന്നേ, ഹൃദയത്തിന് പറഞ്ഞേ, സ്നേഹിക്കുന്നേ. സൂര്യന് താഴെയുള്ള ഒരു ശക്തി നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു. ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഈ ജനത്തിൻ്റെ നേരെ അങ്ങ് അനുഗ്രഹത്തിൻ്റെ വാതിലിനെ, സൗഖ്യത്തിൻ്റെ വാതിലിനെ, ഐശ്വര്യത്തിൻ്റെ വാതിലിനെ തുറന്നു വച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ വേദനിക്കുന്നവരാണ്. അനേകം ആളുകൾ ഉള്ളു തകർന്ന സങ്കടമുണ്ട്. വെട്ടിമുറിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന വേദന പലരുടെയും ഹൃദയത്തിനുണ്ട്. ഈ നിൽക്കുന്ന അനേകം മനുഷ്യരുടെ ഉള്ളിൽ വേദനയുണ്ട് കർത്താവേ. പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും അകമേ വലിയ വേദന ചുമക്കുന്നവരാണ്.
ഇവരെ അങ്ങ് കാണണമേ. ഈ ജനത്തിൻ്റെ മേലൊരു വിടുതലിൻ്റെ വാതിലിനെ ഇവരുടെ ജീവിതത്തിലേക്ക് ആ അനുഗ്രഹം കയറുന്ന തരത്തിൽ, ആ അനുഗ്രഹം പ്രവേശിക്കുന്ന തരത്തിൽ ഇവരിലേക്ക് തുറന്നു വയ്ക്കണമേ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. ഇന്നൊരുപാട് സന്തോഷത്തോടെ ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ദൈവവചനം കേൾക്കാനും ആ ഒരു പ്രാർത്ഥന സ്വീകരിക്കാനുമാണ് പല ദേശങ്ങളിൽ നിന്നും സമീപത്തു നിന്നും ദൂരെ നിന്നുമൊക്കെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇവിടെ വന്നത്. ആയതിനാൽ തിരക്കുള്ള ഈ കാലത്ത്, തിരക്കുള്ള ഈ ലോകത്ത്, ഒന്നിനും സമയമില്ലാത്ത ഈ കാലത്ത് ഇത്രയും സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ടായല്ലോ. അതിൽ തന്നെ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുവാണ്. ഹല്ലേലൂയ. ഈ കുറച്ച് 2 ദിവസം 3 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശുശ്രൂഷകളിലൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇതുവരെ നടത്തിയ ദേവൻ ഇതുക്കും മേലെ ഉങ്ങളെ നടത്തുന്നു. ഇതുവരെ നടത്തിയ ദേവൻ ഇതുക്കും മേലെ ഉങ്ങളെ നടത്തുന്നു. ഇതുവരെ നടത്തിയ ദൈവം ഇതിലും ഉയരങ്ങളിൽ എത്തിക്കുമെന്ന്. വേറെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ ജപിച്ചവർക്കും നനച്ചവർക്കും മേലെ കടവുൾ ആശീർവദിപ്പു. നിങ്ങൾ ആഗ്രഹിച്ചതിലും പ്രാർത്ഥിച്ചതിനും അപ്പുറം കടവുൾ ഉങ്ങളെ ആശീർവദിക്കും. അങ്ങനെ പറഞ്ഞ് ഞാനത് എഴുതി വച്ച്. ഇദ്ദേഹം പറഞ്ഞ നല്ല വാക്ക്. തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ടാവും, മലയാളികളുണ്ടാവും, എല്ലാവർക്കും പറ്റുന്നൊരു തമിഴാണ്. ഏത്? ഇതുവരെ നടത്തിയ ദേവൻ ഇതുക്കും മേലെ നമ്മളെ നടത്തും. ഇതുവരെ നടത്തിയ ദേവൻ ഇതുക്കും മേലെ. ആ വാക്ക് നല്ല പരിചയമായിരിക്കും. ഇതുക്കും മേലെ. ഇതുവരെ നടത്തിയ ദൈവം ഇതിനേക്കാൾ നന്നായിട്ട് നിന്നെ നടത്തും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അനുഭവിക്കുന്ന നാളുകളാണ്. സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ മൈക്കിൻ്റെ വില 2400 രൂപയാണ് അല്ലേ? ഇത് കോഴിക്കോട് ചൈനയുടെ മൈക്കാണ്. ഇതിനേക്കാൾ വിലയുള്ള, ലക്ഷങ്ങൾ വിലയുള്ള മൈക്കുകളുണ്ട്. ഇതിന് വില 2400 രൂപയാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ കിട്ടും. ഈ മൈക്കിലൂടെ കേൾക്കുന്ന വചനമാണ് ലോകത്തിൻ്റെ ഏതൊക്കെയോ ദേശങ്ങളിലിരുന്ന് ആളുകൾ കേൾക്കുന്നത്. 2400 രൂപയുള്ളൂ. ഈ സ്ഥലത്ത് ഒരു മീഡിയ റൂമോ കമ്പ്യൂട്ടറോ അത് എഡിറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളോ ഒന്നുമില്ല. ആകെ ഒരു മൈക്കും ഈ വള്ളിയുണ്ട്. അവിടെ ഇരിക്കുന്ന ക്യാമറയുടെ വില ഏറ്റവും സാധാരണ ക്യാമറയാണ്. എത്രയാണ് അതിൻ്റെ വില? 1.25 ലക്ഷം രൂപയാണ്. അത് ഏറ്റവും ചെറുതാണ്. ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ക്യാമറയിൽ സാധാരണ ക്യാമറയാണ്. മറ്റു പല സ്ഥലങ്ങളിലുമുള്ളത് 8 ലക്ഷത്തിൻ്റെ 17 ലക്ഷത്തിൻ്റെ, പിന്നെ എത്രയാ പറ, 38 ലക്ഷം രൂപയുടെ വരെ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. സിനിമയുടെ കാര്യമല്ല, ദൈവവചന ശുശ്രൂഷ ഷൂട്ട് ചെയ്തതിന് ഏറ്റവും താഴെയാ 38 ലക്ഷം രൂപയുടെ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, ഈ 1.25 ലക്ഷം രൂപയുടെ ഈ ക്യാമറ കൊണ്ടാണോ നിങ്ങളിത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല മൈക്ക് ഉപയോഗിച്ചുകൂടെ? ഇതിന് 2400 രൂപ. എത്ര രൂപയുടെ മൈക്കുണ്ട്? വേറെ എത്ര രൂപയുടെ ഉണ്ട് നല്ല മൈക്കിന്? 1.5 ലക്ഷം രൂപയുടെ മൈക്കുണ്ട്. ചിലർ പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന മൈക്കിന് 1.5 ലക്ഷം, 1 ലക്ഷം, 75,000 രൂപയുടെ മൈക്കാണ്. അയ്യോ, നിങ്ങൾ ഈ 2400 രൂപയുടെ ചൈന മൈക്കിലാണോ പ്രസംഗിക്കുന്നത്? പക്ഷേ ഇത് എവിടം വരെ എത്തി? അതാ പറഞ്ഞത്, ഇതുവരെ നടത്തിയ ദേവൻ ഇതുക്കും മേലെ നിന്നെ നടത്തും. അതാണ് ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. അനേകം ആളുകളിൽ ദൈവത്തിൻ്റെ വചനം അത്ഭുതമായി ഈ കാലഘട്ടത്തിൽ ദൈവം എത്തിച്ചിട്ടുണ്ട്.
ഈ ശുശ്രൂഷയെ അനേകരുടെ കണ്ണുനീർ തുടയ്ക്കാൻ ഒരു തുവാല പോലെ ദൈവം ഉപയോഗിച്ചു. ഈ ശുശ്രൂഷയെ അനേകരുടെ കണ്ണുനീര് തുടയ്ക്കാനുള്ള ഒരു തുവാലയായിട്ട് ദൈവം ഉപയോഗിച്ചു. ഞാനിതൊക്കെ ചിന്തിച്ചപ്പോൾ ഓർത്തു, പണ്ട് സ്കൂളിൽ ഉപ്പുമാവും റേഷൻ അരിയുടെ കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു. അതൊന്നും അന്ന് കിട്ടിയില്ലായിരുന്നു, ചിലപ്പോൾ ചത്തുപോയേനെ. അന്ന് ഏറ്റവും വലിയ ആഗ്രഹമാണ്, വന്ന പാടെ സ്കൂൾ തുറന്നോ നോക്കിയില്ലെങ്കിലും സ്കൂളിൽ കഞ്ഞിപ്പരയിൽ ആ ചേച്ചി വന്നിട്ടുണ്ടെന്നാണ് നോക്കുന്നത്. ഇന്ന് കഞ്ഞി കിട്ടുമോ എന്ന് പറഞ്ഞാൽ, സ്കൂളിൽ അന്ന് കഞ്ഞിയും പയറും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ചത്തുപോകുമായിരുന്നു. ഇതുവരെ നടത്തിയ ദേവൻ ഇതിനേക്കാൾ മുകളിൽ നമ്മളെ നടത്തും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മെ പാടിയത്, സ്നേഹിക്കുന്നു. സൂര്യന് താഴെയുള്ള ഒന്നിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം നീ ശക്തനാകും. ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ. മുമ്പേ കേട്ട ഹൈക്കോർട്ടിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനായ വക്കീൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യവും ഓർത്തു. ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരാൾക്ക് ചില സമയത്ത് നമുക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മളിന്ന് നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കും, ഇന്നൊരു തെറിയും പറയരുത്, ഇന്നൊരു ചീത്തയും പറയല്ല. 15 മിനിറ്റുള്ളിൽ 4 ചീത്ത പറഞ്ഞു കഴിഞ്ഞു. നേരം വെളുത്തിട്ട് 15 മിനിറ്റേ ആയിട്ടുള്ളൂ. കുറച്ച് മുമ്പ് ഞാൻ ആലോചിച്ചോളൂ, ഇന്ന് ആരോടും ഒരു ദേഷ്യവും വേണ്ട. നമുക്ക് പറ്റത്തില്ലെന്നേ, ആഗ്രഹമുണ്ട്, ചീത്ത പറയണ്ട, ഇന്ന് തെറിയൊന്നും പറയുന്നില്ല, എന്നാലും പറഞ്ഞു പോകും. ചിലപ്പോൾ നമ്മളെ ഇടിച്ചു താഴ്ത്തുന്ന ശക്തിയുടെ മുകളിൽ കയറാൻ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ സഹായം വേണം. ഞാനൊരു വാക്യം അതിനോട് ചേർന്ന് വായിക്കുവാണ്, ഒരാമുഖം പോലെ പറയാനാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ 30 മുതലുള്ള 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ. അവിടെ എഴുതിയിട്ടുണ്ട്, ആരാ മുങ്ങിത്താഴാൻ തുടങ്ങിയത്? പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. നീന്തിക്കൂടായിരുന്നോ? ജനിച്ച കാലം മുതൽ കടലും വെള്ളവുമായി നടന്ന ആൾക്കാരല്ലേ, അവർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നീന്തൽ അറിയാവുന്നവരല്ലേ. എന്നിട്ടും പറഞ്ഞൊരു വാക്കുണ്ട്, മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ വിളിച്ചു പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചു. ആ പ്രാർത്ഥന ഉയർന്നേ പിന്നെ ഒരു പടി അവൻ താഴേക്ക് പോയിട്ടില്ല. തകർന്നു പോയി എന്ന് വിചാരിച്ച് കരയേണ്ടി വന്നിട്ടില്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയും, ഏത് പ്രതിസന്ധികളിലാണ് നിങ്ങളും താണു പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥന ഉയർന്ന ആ നിമിഷം മുതൽ 1 ഇഞ്ച് നീ താഴോട്ട് പോകാൻ, 1 സ്റ്റെപ്പ് താഴോട്ട് പോകാൻ ദൈവം സമ്മതിക്കില്ല. പത്രോസ്ലിഹായ്ക്ക് വേണമെങ്കിൽ നീന്തത്തില്ലായിരുന്നോ? നന്നായിട്ട് കുറച്ചൊക്കെ നീന്തി നിൽക്കായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എനിക്ക് തനിയെ എല്ലാ സമയത്തും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതെല്ലാവരും അറിയണം. ഇപ്പം മുമ്പേ സാക്ഷ്യം പറഞ്ഞ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം തനിയെ രക്ഷപ്പെടാൻ നോക്കി. തനിയെ രക്ഷപ്പെടാൻ നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു സ്ഥലത്ത് നിങ്ങൾ വരേണ്ടതില്ലായിരുന്നു. ഇത്രയും സമയം മാറ്റിവെക്കേണ്ടതില്ല, വെറും നഷ്ടക്കച്ചവടമാണ്. ഇത്രയും സമയം പോവില്ലേ? നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റരുത്. ഇതെനിക്ക് ബോധ്യപ്പെട്ട 1-2 കാര്യങ്ങൾ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. എന്നാലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് കേൾക്കുന്നത് കൊണ്ട് ഇത് ഓൺലൈനിലൂടെയോ ഇതെന്തെങ്കിലുമൊക്കെ ചിലർ കേൾക്കുമല്ലോ എന്നോർത്ത് പറയാം. നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. പത്രോസ്ലിഹ പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം. എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കണം, എന്നെ രക്ഷിക്കണം. ഉദാഹരണം, ഒരു അപ്പനും അമ്മയും, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ആവർത്തന വിരസതയായി തോന്നി ഞാൻ ക്ഷമിക്കണം. അപ്പനും അമ്മയും അവരുടെ മകളെ കൊണ്ടുവന്നിരിക്കണം. നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള ഒരു മകളാണ്.
അപ്പോൾ അപ്പനല്ല സംസാരിച്ചത്, അമ്മയാണ് കയറി സംസാരിക്കുന്നത്. വളരെ വിഷമത്തോടെ സംസാരിക്കുവാണ്. പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, അച്ചോ ഇവൾ ഒരാളുമായി ഇഷ്ടത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇഷ്ടമല്ല ഇവിടുത്തെ വിഷയം. ആ വ്യക്തി കഞ്ചാവ് കേസിൽ പോലീസ് കേസുള്ളതും ലഹരിക്കടിമയുമാണ്. ഒരു സ്റ്റേഷനിൽ തന്നെ പല കേസുകളുള്ള ആളാണ്. ആ വ്യക്തിയെ നല്ലൊരു വീട്ടിലെ ഒരാൾ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു. അപ്പൻ പിടിച്ച് തല്ലി. അപ്പോൾ അപ്പൻ പറയാണ്, ഇവൾക്കിട്ട് നല്ല തല്ല് കൊടുക്കാത്തതിൻ്റെയാണ്, തല്ല് കൊടുക്കാത്തതിൻ്റെ അല്ല, തല്ല് കിട്ടാത്തതിൻ്റെ അല്ല. അതിനുശേഷം അമ്മയും കുറേ ഇവളെ പറഞ്ഞു. ആ വ്യക്തി ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അച്ചോ അറിയാം, ആ വ്യക്തി എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ പോലെ പുള്ളി കള്ളും കുടിക്കും, വലിക്കും, ലഹരി ഉപയോഗിക്കും, ആ സ്റ്റേഷനിൽ കേസുണ്ട്, ഒരു വില്ലൻ കഥാപാത്രമാണ്. പക്ഷെ എനിക്ക് ആ സ്നേഹത്തിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അത് സത്യമോ പറഞ്ഞത്? ഒറ്റയ്ക്ക് പറ്റില്ല. ഒറ്റയ്ക്ക് നമുക്ക് ചില കുഴികളിൽ നിന്ന് ചാടിക്കിടക്കാൻ പറ്റത്തില്ല. വലിയ പുള്ളികളാ, നമ്മൾ പറയും ഞാൻ ചാടിക്കിടക്കും, അതൊക്കെ ഞാൻ ഈസിയായിട്ട് കൈകാര്യം ചെയ്യും. കാര്യത്തോടടുക്കുമ്പോൾ പറ്റാതെ വരും, നിസ്സഹായ അവസ്ഥയിൽ വരും. നമ്മൾ പറയില്ലേ, ഞാൻ ഇന്ന് നേരം വെളുത്തപ്പോൾ ചിന്തിച്ചതായിരുന്നു, ഒരു ചീത്തയും പറയത്തില്ലെന്ന്. പക്ഷേ ഒരു മിനിറ്റിൽ 10 പാപം ചെയ്യുന്നവരാ പല മനുഷ്യരും. ഒരു മിനിറ്റിൽ 10 പാപം ചെയ്തു പോകുന്ന വിചാരം കൊണ്ടോ വാക്കുകൊണ്ടോ ഒരു മിനിറ്റിൽ 10 പാപം ചെയ്യുന്ന സാധാരണക്കാരാ മനുഷ്യൻ. എന്നിട്ടാണോ പറയുന്നത് നമുക്ക് സ്വന്തം രക്ഷപ്പെടാമെന്ന്? എല്ലാ കാര്യത്തിലും ഒരാൾക്ക് സ്വന്തം രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, കർത്താവേ എന്നെ ഈ സാഹചര്യത്തിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം. ഈ അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. ഇവൾ തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അച്ഛൻ വലിയ താമസമില്ലാതെ പേപ്പറിലോ വാർത്തയിലോ ഒക്കെ കേൾക്കും, ഞങ്ങൾ കുടുംബമായി മുന്നോട്ട് പോകത്തില്ല, മരിക്കും. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത്, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്, ആ വ്യക്തി ഒരു വില്ലൻ കഥാപാത്രമാണ്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള വേറെ സംഭവമുണ്ട്. ഒരാൾ ഭയങ്കര മദ്യപാനിയാണ്, ഭയങ്കര കള്ളു കുടിക്കുന്ന ആളാണ്. അയാൾക്ക് കരളിൽ രോഗം വന്നു, ശരീരമൊക്കെ ചീർത്തു, വണ്ണം വെച്ച്, മുഖമൊക്കെ നീര് വെച്ച്, പഴയ കളറൊക്കെ പോയി. അയാൾ ഡോക്ടർ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ മുടങ്ങാതെ തെറ്റാതെ മരുന്ന് കഴിക്കണം, ഇനി മദ്യം കഴിക്കല്ല്. ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന അന്നും പറഞ്ഞു, നിങ്ങൾ ഇനി ഇത് കഴിക്കല്ല് കേട്ടോ എന്ന്. വന്നേച്ച് വീട്ടിൽ വന്ന്, ഡിസ്ചാർജായി വീട്ടിൽ വന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അയാൾ മദ്യം കഴിച്ചു, വീണ്ടും കുടിച്ചു, രോഗം മൂർച്ഛിച്ചു, വീണ്ടും അഡ്മിറ്റ് ആകേണ്ടി വന്ന്. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ചത്തുപോകുമെന്ന് ആ സുഹൃത്തെ പറഞ്ഞത്, നിങ്ങൾ ഭാര്യയെ മക്കളെ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ ലൈഫ് പോകും. അപ്പോൾ ആ മനുഷ്യൻ ഭാര്യയുടെയും മക്കളുടെയും മുമ്പേ എന്ന് പറഞ്ഞു, പറ്റണ്ടേ സാറേ, പറ്റുന്നില്ല, എനിക്കറിയാം ചത്തുപോകുന്നു, എൻ്റെ ശരീരമെല്ലാം പോയി, മൊത്തം നീരാണിത്, എല്ലാം പോയി, എൻ്റെ കരളൊക്കെ പോയി, എനിക്കറിയാം മരിച്ചു പോകും, ഈ സാധനം എൻ്റെ നാവെ തൊടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഡോക്ടറിനെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ പറ്റണ്ടേ, ഈ കുഴിയിൽ നിന്ന് കയറാൻ പറ്റണ്ടേ, ഇതിനോടുള്ള ആസക്തി, കൊതി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ചിലപ്പോൾ തനിയെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. തനിയെ രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ അന്നേരെ ഓർത്തോണം, ദൈവമേ എന്നെ രക്ഷിക്കണമേ. അങ്ങനെ ഉള്ളിൽ കൊണ്ടാ പ്രാർത്ഥിക്കുന്നെങ്കിൽ 1 ഇഞ്ച് പിന്നീട് താഴെ പോകില്ല. ഒരു ഇഞ്ച് താഴെ പോകാതെ നിന്റെ ദൈവം നിന്നെ കൈക്ക് പിടിക്കും. ഹല്ലേലൂയ. ഒന്ന് ഈ വിഷയത്തെ എല്ലാം ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജീവിതമായിട്ട് ബന്ധമുണ്ട്. ഈ കടബാധ്യത, ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഓർക്കും. ചിലപ്പോൾ നിനക്കൊറ്റയ്ക്ക് ആ കടബാധ്യതയെ മറികടന്നു പോകാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ആ ഇൻ്റർവ്യൂ, അതൊക്കെ എനിക്ക് നല്ല ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നീ ഒന്നും പറയാൻ പറ്റാതെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും, ഇൻ്റർവ്യൂ ഫെയിലാകും. നിനക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. ഇതിന് ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. ഇതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ ഇത് പറഞ്ഞിട്ടുള്ളതാ, പക്ഷേ ഇപ്പോൾ ഒരിക്കൽ കൂടി അത് പറയാം.
അപ്പനും അമ്മയും വന്നിരിക്കുന്നത് അവർ നഴ്സിംഗ് പഠിപ്പിക്കുവാൻ കർണാടകയിൽ വിട്ടിട്ടുള്ള ഒരു മകൾ. ആ മകൾ വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന വേറൊരു വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് വലിയ ബോംബ് സ്ഫോടനം, ആത്മഹത്യ, വലിയ ദുരിതമായി മാറി. കാരണം നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ്. ചത്താലും പിരിയത്തില്ലെന്നാണ് പറയുന്നത്. ആ വീട്ടുകാരിതറിഞ്ഞു, ആ കുടുംബത്തിലറിഞ്ഞു. വലിയ ഭൂകമ്പമാണ്, വലിയ വഴക്കാണ്, അപകടം സംഭവിക്കാം. പക്ഷെ ഈ പെൺകുട്ടി പറയുന്നു, എനിക്കറിയാം ഇത് തെറ്റാണെന്ന്, പക്ഷെ ഞാൻ മാറത്തില്ലെന്ന്. എനിക്കറിയാം പുള്ളിക്ക് ഭാര്യയും മക്കളോ, പക്ഷെ എനിക്ക് ആ വ്യക്തിയെ മറക്കാൻ പറ്റത്തില്ല. ആർക്കും തോന്നും ഒരു അടി കൊടുക്കാൻ, ആർക്കും തോന്നും ഒരു വഴക്ക് പറയാൻ. എന്ത് പൊട്ടത്തരമാണ് ഇവൾ പറയുന്നതെന്ന് തോന്നും. പക്ഷെ പിന്നീട് ഒറ്റയ്ക്കൊറ്റ സംസാരത്തിൽ പറഞ്ഞു, അച്ചോ എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. അവന് ഭാര്യയും 2 പിള്ളേരും ഉണ്ട്, ചെറിയ പിള്ളേര്. ഞാൻ ചെയ്യുന്നത് ഈ ഭൂലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്നറിയാം. പക്ഷേ ഈ മനുഷ്യനെ എൻ്റെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്നില്ല. സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു മനുഷ്യനെ മനസ്സിൽ സ്നേഹിച്ച ഒരാളെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ലെന്ന്. അതിന് പോലും ചിലപ്പോൾ നമുക്ക് കഴിയാതെ വരും. അപ്പോൾ നമ്മുടെ ചില പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് പരിഹരിക്കാം, ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല. എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ സഹായം വേണം. ആമേൻ. ഓഡി കാറുണ്ട്, ഓഡി കാർ 1 കോടി രൂപയൊക്കെ വിലയുണ്ട്. ബെൻസ് കാറിനേക്കാൾ വിലയുണ്ട് ഓഡി കാറിന്. പക്ഷെ അതിനകത്ത് ഇന്ധനമില്ലെങ്കിൽ റോട്ടിൽ കിടക്കും. അതിനകത്ത് ഇന്ധനമില്ലാതായാൽ റോഡിൽ സൈഡാക്കി വെക്കാനേ പറ്റുള്ളൂ. ഓഡി കാറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തന്നെ ഓടത്തില്ല, ഇന്ധനം വേണം. എത്ര വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാലും ജീവിതം മുന്നോട്ട് പോകണോ, നിനക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവം നൽകുന്ന കൃപയുടെ ആ ഇന്ധനം നിനക്ക് വേണം. അല്ലെങ്കിൽ വഴി കിടക്കും, അല്ലെങ്കിൽ പകുതിക്ക് നിന്ന പോലെ നിൽക്കും, അങ്ങോട്ടും മേലെ ഇങ്ങോട്ടും മേല. ഇനി രണ്ടാമതൊരു കാര്യം നിങ്ങളോട് ജീവിതത്തിൽ നിന്ന് പറയുകയാണ്, ഒരു അനുഭവത്തിൽ നിന്ന് പറയുവാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ അപ്പുറവശത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? നമ്മോട് പറയാം, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം അത് ഓരോന്നോരോന്നാണ്. കട്ടിയുള്ള കുറേ വാക്കുകൾ പറയുന്നത് മാത്രമല്ല പ്രാർത്ഥന കേട്ടോ. കട്ടിയുള്ള കുറേ വാക്കുകൾ പറയുന്നത് മാത്രമല്ല, ഹൃദയം നുറുങ്ങിയുള്ള ഏത് വാക്കും പ്രാർത്ഥനയാണ്. എന്തും അങ്ങനെയെങ്കിൽ ആ വാക്കിൽ നിന്നോട് പറയാം, നമ്മൾ ഇന്ന് ഒരു സൈഡിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അതൊരു മറ്റൊരു സൈഡിൽ ദൈവം ഒരുക്കുവാണെങ്കിലോ എന്നല്ല, അത് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ, ഒരാൾ നല്ലൊരു വീട് മേടിച്ചു. അയാൾ പണിത വീടല്ല, ഒരു വീട് മേടിച്ചു, നല്ല വിലയുള്ള സൗകര്യമുള്ള വീട്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീടിൻ്റെ കയറിക്കൂടലെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എനിക്ക് വീടില്ലായിരുന്നു, ഇങ്ങനത്തെ ഒരു വീട് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അത് രണ്ടും കൂടെ കൂട്ടി വായിക്കുവാണ്. വീടില്ലാത്ത കാലത്തൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതോ ഒരു മനുഷ്യനിലൂടെ നിന്റെ സ്വപ്നത്തിനനുസരിച്ചുള്ളൊരു വീട് അപ്പുറത്ത് ഒരാൾ പണിതുകൊണ്ടിരിക്കുമായിരുന്നു. ഹല്ലേലൂയ. കുറച്ച് മാസങ്ങളെ അതിനകത്ത് അയാൾ താമസിച്ചുള്ളൂ. അയാൾ പോയി, അയാൾ വേറൊരു സ്ഥലത്ത് വീട്, അതിനേക്കാൾ വലിയ വീട് മേടിച്ച് മാറിപ്പോയി. ആ വീട് അയാൾ വിറ്റു. അപ്പോൾ ഓർത്തെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ കൂട്ടി വായിക്കുവാണ്. ഒരു സ്ഥലത്ത് ഒരു സമയത്ത് വീടില്ലല്ലോ എന്നോർക്കുമ്പോൾ അദ്ദേഹം പറയുവാണ്, ഇതേപോലത്തെ ഒരു മുറിയാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇതേപോലത്തെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഞാൻ ആഗ്രഹിച്ചു, ഇതുപോലത്തെ ഒരു കിച്ചണാണ് ഞാൻ ആഗ്രഹിച്ചത്. അദ്ദേഹം പറയും, ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു വീടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഈ വീടിന് വേണ്ടി 10-35 വീടോളം പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വീട് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നീട് ഇഷ്ടപ്പെട്ട് വന്ന് അതിൻ്റെ കയറിക്കൂടലും കഴിഞ്ഞ് തന്നെ പിന്നെയൊക്കെ ചിന്തിക്കുമ്പോൾ പുള്ളി പറയുക, വീടില്ലാത്ത കാലത്ത് ഞാനൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതൊരു വീടിനായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു, എങ്ങനെ പണിയാനാ, വീട് പണിയാൻ എന്തേരം പൈസ വേണം, എന്തെല്ലാം കാര്യം വേണം, നീ ലോൺ എടുത്താൽ അടയ്ക്കാൻ പറ്റുമോ, എന്തെല്ലാം ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് പറയുക, ഞാൻ ആ വീടിന് വേണ്ടി ആഗ്രഹിച്ചപ്പം
ദൈവം അപ്പുറത്തെ സൈഡിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യം ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. എങ്ങനെ അത് പറഞ്ഞാൽ മനസ്സിലാവുക? നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ വന്നിരിക്കുമ്പോൾ, വീട്ടിൽ ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ, വീട്ടിലെ അമ്മമാർ, സഹോദരിമാർ വീടിൻ്റെ അടുക്കളയിൽ അവർക്കുള്ള ഭക്ഷണത്തെ ഒരുക്കും. അവർക്കുള്ള ഭക്ഷണത്തെ, രുചിയുള്ള ഭക്ഷണത്തെ ഒരുക്കും. പാത്രത്തിൽ വിളമ്പി വയ്ക്കാൻ അടുക്കളയിൽ വേവിച്ച് ഒരുക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ജോലി കിട്ടണമേ. അതപ്പുറത്തെ സൈഡിൽ ഒരുക്കുന്നുണ്ട് ദൈവം. എൻ്റെ കൊച്ചിന് ഇത്ര വയസ്സായല്ലോ. നിന്നേക്കാൾ നന്നായിട്ട് ദൈവത്തിനറിയാം നിൻ്റെ മകൾക്ക് 28 വയസ്സ് കഴിഞ്ഞു എന്ന്. അതൊരാൾ പ്രാർത്ഥിച്ചതിന് കൊടുത്ത മറുപടിയാണ്. അച്ചോ, 28 വയസ്സായ എൻ്റെ മകൾക്ക് കല്യാണമൊന്നും നടക്കുന്നില്ല. നിൻ്റെ മകൾക്ക് 28 വയസ്സായെന്ന് നിന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നൊരു ദൈവം മുകളിലുണ്ട്. എൻ്റെ മകൾക്ക് 33 വയസ്സ് കഴിഞ്ഞ് ഇപ്പം 34ാമത്തെ വയസ്സിലേക്ക് കയറുക. കല്യാണം ആലോചിച്ചിട്ടൊന്നും നടന്നില്ല. ദൈവത്തിനറിയാം നിൻ്റെ മകൾ 34ാമത്തെ വയസ്സിലേക്കാണ് കയറിയിരിക്കുന്നത്. നീ ഒരു സൈഡിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അതപ്പുറത്തെ സൈഡിൽ നീ കാണത്തില്ല. ആ ചെരുവിൻ്റെ അപ്പുറത്ത് അത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ബൈബിളിൽ ഇതുണ്ട്. നമ്മുടെ ഭാവനയിൽ വന്ന ഒരാശയമല്ല. വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 9 മുതലുള്ള വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 9 മുതലുള്ള വാക്യം. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം. പശ്ചാത്തലം എന്നാണെന്നറിയാമോ? പശ്ചാത്തലം അബ്രാഹാം തൻ്റെ ഏക മകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോവുകയാണ്. ഒരു സൈഡിൽ കൂടെ മല കയറി പോവുകയാണ്. ആ മല കയറുവാണ്. ഇനി ഇത് വായിക്കുമ്പോൾ പിന്നീട് മനസ്സിലാകും, ഈ മലയ്ക്ക് അപ്പുറത്തെ സൈഡിൽ അബ്രാഹാം ബലിയർപ്പിക്കേണ്ട ബലിവസ്തുവിനെ ദൈവം കരുതിയിരുന്നു. അബ്രഹാം ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഒരു മനുഷ്യനല്ലേ, എന്തായാലും ഉള്ളു കിടുങ്ങിയിട്ടുണ്ടാവും, ഉള്ളു വിഷമിച്ചിട്ടുണ്ടാവും. തൻ്റെ മകനെ കണ്ട് തന്നെ കൊതി തീർന്നിട്ടില്ല, കയ്യിലെടുത്ത് കൊതി തീർന്നിട്ടില്ല, ലാളിച്ച് കൊതി തീർന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നു, ബലിയർപ്പിക്കാൻ പറയുന്നു. എന്തു ചെയ്യും? വിശ്വാസത്തോടെ നീ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നീ പ്രാർത്ഥിച്ച വിഷയം നിനക്കൊരു അനുഗ്രഹമാകത്തക്ക വിധം ദൈവം ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വായിക്കുമ്പോൾ പിടികിട്ടും. വായിച്ചേ. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. അബ്രാഹാം എന്തെല്ലാം കാര്യങ്ങൾ എടുത്തിട്ടായി മല കയറിയത്? എന്തൊക്കെയായിരിക്കും എടുത്തുകൊണ്ട് പോയത്? അബ്രാഹാം വിറക് എടുത്തിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്, വിറക്. പിന്നെയോ കത്തി എടുത്തിട്ടുണ്ട്, അതും വായിച്ചിട്ടുണ്ട്. പിന്നെയോ തീയും എടുത്തിട്ടുണ്ട്. കല്ലെടുത്തോണ്ടാണോ പോയത്? എഴുതിയിട്ടില്ല. പക്ഷെ അവിടെ പോയി ബലിപീഠം ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ടുണ്ട്. കല്ല് എവിടുന്ന് കിട്ടി? കല്ല് പെറുക്കാൻ വേണ്ടി കുറച്ചു നേരം സമയം മാറ്റി വെച്ചിട്ടുണ്ടാവും. അവിടെ ചെന്ന് കല്ല് പെറുക്കാൻ കുറേ അവിടെ പോയി പല സ്ഥലത്തും പോയി 4 വശത്തും കല്ല് പെറുക്കിയിട്ടാണ് ബലിപീഠം ഉണ്ടാക്കിയത്. അന്നേരം ഒന്നും അവിടെ ഒരാളും അനക്കവും ഇല്ലായിരുന്നു. പക്ഷെ ബലിയർപ്പിക്കാൻ കത്തി കയ്യിലെടുത്തപ്പോൾ ദൈവം പറഞ്ഞു, കുട്ടിയെ തൊട്ടുപോകരുത്. ഇതാ അപ്പുറത്ത്. അതൊന്ന് വായിച്ചേ. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ. അതല്ല, 12-ാമത്തെ വാക്യം. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന്. 13-ാമത്തെ വാക്യം വായിച്ചേ. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. തന്റെ പുറകിൽ കണ്ടു. അപ്പൊ കല്ല് പെറുക്കാൻ പോയപ്പോൾ ആ ആടിനെ കണ്ടില്ലായിരുന്നോ? എങ്ങനെ വന്നു ഈ ആട് കൃത്യം കൊമ്പുടക്കി അവിടെ? അബ്രഹാം ബലിയർപ്പിക്കാൻ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പം അവിടെ ബലിയർപ്പിക്കാനുള്ള ഒരു മൃഗത്തെ ദൈവം പുറകിൽ കരുതി വച്ചിരുന്നു. തൊട്ടു പുറകിലുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ ഒരു കാര്യവുമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറു സൈഡിൽ അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് പല കാര്യങ്ങളും ആഗ്രഹിച്ച്, ഇത് ഞാൻ ഒരു വെറുതെ ഒരു സന്തോഷത്തിന് ഒരു ആശ്വാസമൊക്കെ കിട്ടാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് പറയുമല്ല. ഈ പുസ്തകത്തിലുണ്ടെന്നേ.
ഈ പുസ്തകത്തിൻ്റെ ആദ്യ താളിൽ തന്നെ ഉണ്ടെന്നേ ഈ കാര്യങ്ങൾ. അബ്രാഹാം മുന്നോട്ട് പോയപ്പോൾ മറു സൈഡിൽ തൊട്ടുപുറകിൽ അവന് വേണ്ടതൊക്കെയും ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മൈലുകൾക്കപ്പുറമാണ് എൻ്റെ വീട്, കിലോമീറ്ററുകൾ അപ്പുറത്താണ് എൻ്റെ വീട്. എൻ്റെ വീടിന് വേണ്ടി ചില പ്രാർത്ഥനകളുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി ചില പ്രാർത്ഥനയുണ്ട്. ഇന്ന് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളെ നോക്കിയിട്ട് വിശ്വാസത്തിൻ്റെ അകത്തു നിന്നൊരു വാക്ക് പറയാം. മറു സൈഡിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ, മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ, മറു സൈഡിൽ ദൈവം അത് നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് ദൈവം നിനക്ക് വേണ്ടി കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് കേവലം ഒരു ഭംഗി വാക്കു മാത്രമല്ല. ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആള് പറഞ്ഞത് കറക്റ്റാ. ഇതുവരെ നടത്തിയ ദേവൻ ഇതുക്കു മേലെ നിങ്ങളെ നടത്തും. എല്ലാവരുടെയും അനുഭവമാണ്. പ്രാർത്ഥിച്ചൊരു വിഷയമാണോ, ഒരിഞ്ച് താഴാൻ ദൈവം സമ്മതിക്കില്ല. പ്രാർത്ഥനയിൽ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത വിഷയമാണോ, ആ ഏൽപ്പിച്ചു കൊടുത്ത പിന്നെ ഒരു ഇഞ്ച് നീ താഴോട്ട് പോകില്ല, ഒരു ഇഞ്ച് നിന്റെ കുടുംബം തകർന്നു പോകില്ല. അത് ദൈവം ഏറ്റെടുത്ത വിഷയമാണ്. ഒരു സൈഡിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ മറു സൈഡിൽ ദൈവം നിനക്ക് വേണ്ടി കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പല ആളുകളുടെ അനുഭവം കേൾക്കുമ്പോൾ പിടികിട്ടും. വേറൊരു അനുഭവം പറഞ്ഞത് കേൾക്കാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾക്ക് കളറ് കുറവാണ്, കല്യാണമൊക്കെ കളറില്ല, നല്ല കളറില്ലാത്തത് കൊണ്ട് പല കല്യാണവും പോയി. അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ആരോ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു, എങ്ങനെ കല്യാണം നടക്കാനാ, കളറില്ല, പല്ല് പൊങ്ങിയായിരിക്കുന്നത്, നടക്കത്തൊന്നുമില്ല, വല്ലോ സിസ്റ്ററാകാൻ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞു, എന്നാൽ നീ സിസ്റ്ററാകുമ്പോൾ ഈ പുള്ളിക്കാർ സിസ്റ്ററാകുന്നേ ഇഷ്ടമല്ല, നിർബന്ധിച്ച് വിടാൻ പറ്റുമോ? കല്യാണം നടക്കാത്തത് കൊണ്ട് കുടുംബക്കാരോ പറഞ്ഞു, നിന്റെ പല്ലൊക്കെ പൊങ്ങിയായിരിക്കണത്, അല്ലെങ്കിൽ നിനക്ക് കളറില്ല, കല്യാണമൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇത് മാതാപിതാക്കൾ എന്ന നിലയിൽ ഇതൊക്കെ അവർ അറിയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. കൊച്ചിൻ്റെ കല്യാണം നടക്കത്തില്ല. അങ്ങനെ പല കല്യാണങ്ങൾ മുടങ്ങിപ്പോയി. അതേ പ്രായമുള്ള അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ കല്യാണം ഗംഭീരമായി നടന്നു, സന്തോഷമായിട്ട് നടന്നു. അപ്പോൾ അവിടെ എല്ലാം പോകുമ്പോൾ ചോദിക്കും, കൊച്ചിൻ്റെ കല്യാണമായില്ലേ, നിങ്ങളെന്നാ കെട്ടിക്കാത്തത്? മടുത്തു ഇവർ കേട്ടിട്ട്. അപ്പോൾ അവർ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങളുടെ കുടുംബക്കാരെയൊക്കെ മുമ്പിൽ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്, കല്യാണം നടത്തുന്നത് നിങ്ങൾ എന്തിനാ പൊതിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കൂട്ടർ പറയുന്നു, കല്യാണം നടക്കത്തില്ല, കളറില്ല, നിന്നെ ആരും ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തോ ദോഷമാണോ, എന്തെല്ലോക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു. അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ദൈവമേ, അവൾക്ക് പറ്റിയ, ഞങ്ങളുടെ കുടുംബത്തിന് പറ്റിയ നല്ലൊരു ആലോചനയെ, നല്ലൊരു ബന്ധത്തെ ഞങ്ങൾക്ക് തരണമേ. ഇതിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാലും മനസ്സിൽ ഭയങ്കര പ്രയാസമാണ്. ആ വിവാഹം നടക്കാൻ പ്രാർത്ഥിച്ചിട്ടൊരു വിവാഹാലോചന വന്നു. പക്ഷെ അവർ ഭാഗ്യപരീക്ഷണത്തോടെയാണ് കണ്ടതെന്ന് പറഞ്ഞാൽ നടക്കുകയില്ലായിരിക്കും, മാറിപ്പോവായിരിക്കും. അവരെ ഓരോ ഫോൺ ബെല്ലടിക്കുമ്പോഴും അവർ എടുക്കുമ്പോഴോ, ഇനി അവരുടെ വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത്, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറയുമോ എന്നൊക്കെയാണ് ഇവരുടെ ഭയം. ഇതെങ്കിലും മാറിപ്പോകല്ലേന്ന് ഓർത്തു. വിവാഹം നടന്നപ്പോൾ ഇവരുടെ കുടുംബത്തിലുള്ള പല ആളുകളുടെയും വിവാഹം നടന്നേക്കാൾ നല്ലൊരു വീട്ടിലേക്കൊക്കെയാണ് വിവാഹം നടന്നത്. അപ്പോൾ അവിടെ ഒരു അപഖ്യാതി പരന്നു, അവൻ ശരിയല്ല, ആ ചെറുക്കൻ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഈ പെണ്ണിനെ കെട്ടിയത്. അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇവർക്ക് ഭയമായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, കുറച്ച് വർഷമായി കഴിഞ്ഞപ്പോൾ ഇപ്പം മനസ്സിലായി, ഈ മനുഷ്യർ പറഞ്ഞവരൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ, അത് ദൈവം ഒരുക്കിയതായിരുന്നു. അവളെ സന്തോഷത്തോടെ നോക്കുന്നൊരു കുടുംബമായി ജീവിക്കുക. ഈ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കയിലെയും ജർമ്മനിയിലെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ ആലയത്തിൽ പ്രാർത്ഥിച്ച ഒരു അമ്മയുടെ സാക്ഷ്യമാണ്. അവൾക്ക് അങ്ങനെ ഒരു കുടുംബം, ഒരു ജീവിതം, ഒരു ബന്ധമൊക്കെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഒരു സൈഡിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റേ സൈഡിൽ കാണുന്നില്ല, അപ്പുറത്തെ സൈഡിൽ അത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു നിമിഷം അങ്ങനെയെങ്കിൽ എഴുതിയിട്ട നിയോഗത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച്, എഴുതിയിട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ?
കണ്ണുകളെ ഒന്ന് അടച്ച്, കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നാളായി, ഇത്ര ദിവസങ്ങളായി, ഇത്ര മാസങ്ങളായി ഞാൻ ഏതൊക്കെ വിധത്തിൽ പ്രാർത്ഥിച്ചു എന്നറിയാമോ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് വിശ്വാസത്തോടെ പറയണം, കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വിഷയം, ഈ കാര്യം എനിക്ക് വേണ്ടി ദൈവം അപ്പുറത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്കറിയത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും, അവരുടെ കാര്യമൊക്കെ ഞാൻ എങ്ങനെ നടത്തും. അല്ല കുഞ്ഞെ, അത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ നിന്നെ കേൾപ്പിക്കാനാ ദൈവം ഈ കസേരെ കൂടെയൊക്കെ ദൈവം നിന്നെ വിളിച്ചിരുത്തി കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവം നിന്നെ പല ദേശത്ത് നിന്നും, കണ്ണൂരിൽ നിന്നും, കാസർഗോഡ് നിന്നും, തൃശ്ശൂരിൽ നിന്നും, എറണാകുളത്ത് നിന്നും, വയനാട്ടിൽ നിന്നും, അവിടെ നിന്നും ഇവിടെ നിന്നും പെറുക്കി ഈ കസേരയിൽ ഇരുത്തിയത് ദൈവം ഇത് നിന്നെ കേൾപ്പിക്കാനാണ്. നീ ഒന്നിനെ കുറിച്ചും വിഷമിച്ച് തളരണ്ട. നീ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പുറത്ത് നിനക്ക് വേണ്ടി ദൈവം കരുതിക്കൊണ്ടാണ്, അല്ല ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഉള്ളു വേദനിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. മനുഷ്യന് ടെൻഷൻ കൂടുതലാണ്, ഭയങ്കര ടെൻഷനാണ്, ആദി കൂടുതലാണ്. എന്തു ചെയ്യും, ഇങ്ങനെ പോയാൽ എന്താകും, എവിടെ ചെന്ന് അവസാനിക്കും, എല്ലാം തകർന്നു പോകുമോ? ഇല്ല. നീ പ്രാർത്ഥിച്ച വിഷയം ദൈവത്തിന്റെ കരങ്ങളിൽ എത്തിയിട്ടുണ്ട്. നിന്റെ കരങ്ങളെ ദൈവം മുറുക്ക പിടിച്ചിട്ടുണ്ട്. അപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചില മനുഷ്യരെ ദൈവദൂതന്മാരെ പോലെ നിന്റെ അടുത്തെത്തിക്കും. ചില മനുഷ്യരെ ദൈവം ഉപകരണങ്ങളാക്കും. ചില ആളുകളിലൂടെ നിന്റെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകും. ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച് നിങ്ങളത് 100% വിശ്വസിച്ചേ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം, എൻ്റെ ആ പ്രാർത്ഥനാ വിഷയം എൻ്റെ ദൈവം അപ്പുറത്തെ സൈഡിൽ എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ മലമുകളിൽ ചെന്ന് കല്ല് പെറുക്കിയ സമയത്തൊന്നും പിന്നിൽ ഒരു മുട്ടാടിനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ കത്തി ഉയർത്തി ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാം, നീ തിരിഞ്ഞു നോക്ക്, ഇതാ ഒരു മുട്ടാട് മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുകൾ ഉടക്കി കിടക്കുന്നു, അതിനെ ബലിയർപ്പിക്കുക. അബ്രഹാം അത്ഭുതപ്പെട്ടു പോയി. എവിടെ നിന്ന് വന്നു ഈ കാര്യം കേട്ട്? ഏതു സമയത്തും ഏതു സ്ഥലത്തും ദൈവത്തിന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റും. ഏതു സ്ഥലത്തും ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും ദൈവം നിന്നെ സഹായിക്കും. ഏതു സമയത്തും ഏതു സ്ഥലത്തും ഏതു നിലയിലും ദൈവം നിന്നെ സഹായിക്കും. ഏതു സമയത്തും ഏതു സ്ഥലത്തും എവിടെയും ദൈവം നിന്നെ സഹായിക്കും. ഇതുവരെ സഹായിച്ച ദേവൻ ഇതുക്കു മേലെ നിന്നെ സഹായിക്കും. ഇതുവരെ നിന്നെ കരുതിയ ദൈവം ഇതുക്കു മേലെ നിന്നെ കരുതും. ആ ഉയർത്തിയ കരങ്ങളോട് ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ അത് പറയുന്നു. ഞാൻ പ്രാർത്ഥിച്ച വിഷയം മറു സൈഡിൽ ദൈവം എനിക്ക് വേണ്ടി കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ജീസസ്, കരമടിച്ചു പാടാമോ? എല്ലാവരും ചേർന്ന് പാടാമോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യില്ലയോ? ശബ്ദമുയർത്തി, അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്ന് ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്ന് ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? ഉള്ളംകരത്തിൽ എന്നെ വഹിച്ചു എന്നും നടത്തിയിടും തലയിൽ. പറഞ്ഞു, ഉള്ളംകരത്തിൽ എന്നെ വഹിച്ചു എന്നും നടത്തിയിടും തലയിൽ. കരമുയർത്തി അടിച്ചു പാടാമോ? കരുതുന്നവൻ
പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങൾ മറക്കില്ല. ഞാൻ ഈ പറയുന്നൊരു വാക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. ഇത് ഇനി എൻ്റെ ജീവിതം പഴയ പോലെ ആകില്ല. ഇനി എൻ്റെ ജീവിതം പഴയ പോലെ തകരാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എൻ്റെ ജീവിതം പഴയ പോലെ ഡൗൺ ആകാൻ സമ്മതിക്കില്ല. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം എൻ്റെ മുമ്പിൽ അസാധ്യമാണെന്ന് തോന്നിയാലും, എങ്ങനെ എന്ന് തോന്നിയാലും, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാനാ, ഇതൊക്കെ എങ്ങനെ ശരിയാകാനാന്ന് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു, മറു സൈഡിൽ അത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ഒരാളോടുള്ള സന്ദേശമല്ല, ഇതെല്ലാവരോടും ദൈവം പറയുന്നതാണ്. നിങ്ങൾ ഇന്ന് ചിന്തിക്കില്ലേ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, എൻ്റെ പിള്ളേരെ ഞാൻ എങ്ങനെ വളർത്തും, എൻ്റെ ഭാര്യ മരിച്ചുപോയി, പിള്ളേരുടെ കാര്യം ഇനി എന്താകും, ആ പിള്ളേരുടെ കാര്യമൊക്കെ കഷ്ടമാണല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ നീ സങ്കടം അനുഭവിക്കുമ്പം ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒരാളോടത് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ കാര്യം ദൈവം തന്നെ മുന്നിൽ നിന്ന് നിനക്ക് വേണ്ടി അത് ചെയ്തു തരും. ആ വ്യക്തി പറഞ്ഞു, എനിക്ക് ആരുമില്ല, എൻ്റെ ആ ആൾ മരിച്ചു, ഇപ്പുറത്തെ ആൾ മരിച്ചു, അവരും മരിച്ചു, എൻ്റെ ഒരു ആങ്ങള തിരിഞ്ഞു നോക്കത്തില്ല, ആരുമില്ല. നിൻ്റെ കാര്യം നന്നായി വരാൻ ദൈവം തന്നെയാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. ആരുമില്ല എന്നൊരു പേടിയൊന്നും വേണ്ട. നീ പഴയ പോലെ തകരില്ല, നിൻ്റെ ജീവിതം പഴയ പോലെ നഷ്ടമാകില്ല. കാരണം നിൻ്റെ മുമ്പിൽ നിൻ്റെ കാര്യം, നിൻ്റെ മുമ്പിൽ നിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അങ്ങനെ ഒരു ദൈവമുണ്ട് നമ്മൾ പറയില്ലേ, ഇത് തമാശയ്ക്ക് പറയാന്ന്. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു പോയപ്പം ഒരു മനുഷ്യനെ പോലെ ദൈവം അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ഫറവോയുടെ സൈന്യം ഇപ്പം തോപ്പിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പം ആ സാന്നിധ്യം അവിടെ നിന്ന് മാറി പുറകിൽ പോയി നിന്നു. എന്നെ എൻ്റെ കാര്യങ്ങൾക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ ഭംഗിയാക്കുന്നൊരു ദൈവം എനിക്കുണ്ട്. അതുകൊണ്ട് വിശ്വാസം, ഇനി ഞാൻ പഴയ പോലൊന്നും തകരില്ല, എൻ്റെ ജീവിതം ഇനി താഴോട്ട് പോകത്തില്ല, ഒരിഞ്ച് ഞാൻ താഴോട്ട് പോകില്ല. ഇനി എനിക്ക് ഉയരാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. ഇനി നമ്മൾ ഈ ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാളാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരഭിഷേകം സ്വീകരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ഒരു പ്രാർത്ഥനയുടെ ഒരുക്ക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. TV പ്രോഗ്രാമിലും ശുശ്രൂഷാലയങ്ങളിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ വാക്യം ഒന്നെടുത്ത് വായിച്ച് നിങ്ങളോട് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ചെറിയ രീതിയിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുവാണ്. ഇത് വായിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങളുടെ മക്കൾക്കത് ഗുണമാകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം വായിച്ച്, 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വേണ്ട, 13-ാമത്തെ വാക്യം വായിച്ചു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ? യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. 15-ാമത്തെ വാക്യം. എന്നാൽ 16-ാമത്തെ വാക്യം, സ്നാനം കഴിഞ്ഞയുടൻ. ഇത് ശ്രദ്ധിച്ചോ, യേശു സ്നാപക യോഹന്നാനിൽ നിന്ന്, ജോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാണ്, മാമോദീസ സ്വീകരിക്കുവാണ്. ജ്ഞാനം കഴിഞ്ഞ ഉടനെ യേശു ആ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗം എങ്ങനെ തുറക്കപ്പെടുന്നേ? ഇന്നും പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഇതേ സ്വർഗം തുറക്കപ്പെടാറുണ്ട്. എവിടെയേലും അല്ല സ്വർഗം തുറക്കപ്പെടുന്നത്. ആളുകൾ കൂട്ടം കൂടി നൃത്തം ചെയ്യുന്ന സ്ഥലത്തല്ല സ്വർഗം തുറക്കുന്നത്. പ്രാർത്ഥനയോടെ നിൽക്കുന്നവൻ്റെ മുകളിലാണ് സ്വർഗം. നമ്മൾ വിശ്വസിക്കുന്ന സ്വർഗത്തിലാണ് എനിക്കുള്ള എല്ലാ അനുഗ്രഹമുള്ളത്. അതുകൊണ്ടൊരു പാട്ട് പോലും, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നൊരു പാട്ട് പോലും ഉണ്ട്. സ്വർഗം എവിടെയാണ് തുറന്നത്? പ്രാർത്ഥനയോടെ ആ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയപ്പം
സ്വർഗം തുറക്കപ്പെട്ടു. ആമേൻ. ഒരു വാക്ക് നിങ്ങളോട് പറയാം. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നേരെ, നിങ്ങളുടെ വീടിൻ്റെ നേരെ ഒരു വാതിൽ ഒരു മനുഷ്യനും തുറന്നില്ലേലും സ്വർഗത്തിൻ്റെ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ വാതിൽ. മനുഷ്യൻ നിന്റെ മുമ്പിൽ വാതിലുകൾ കൊട്ടി അടച്ചാലും, മനുഷ്യൻ അവഗണനയോട് നിന്നെ അവഗണിച്ച് പരമാവധി തകർക്കാൻ നോക്കിയാലും, സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിലിനെ തുറക്കും. ആമേൻ. സ്വർഗം തുറക്കുന്ന സമയമാണിത്. ഹല്ലേലൂയ. സ്വർഗം തുറന്നു. പിന്നെയോ ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് ഉടനെ അവർ കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ അവന്റെ നേർക്ക്. ആരുടെ മേലാ പരിശുദ്ധാത്മാവ് വന്നത്? പ്രാർത്ഥനയോടെ നിന്ന, ദൈവഹിതത്തിന്റെ മുമ്പിൽ ശിരസ്സു നമിച്ച യേശുവില പരിശുദ്ധാത്മാവ് വന്നത്. പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആമേൻ. ഇനി അടുത്തത് 17-ാമത്തെ വാക്യം. ഉടനെ ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഇത്രയും ഭാഗം ഒരു ക്യാമറക്കാരനെ വിളിച്ച് ഫോട്ടോ എടുത്താൽ ഈ ഫ്രെയിമിൽ ആരൊക്കെ വരും? ഇതിലെ ഈ 13, 15, 16, 17 വാക്യങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ ഇതിനകത്ത് ആരൊക്കെയുണ്ട്? പ്രാർത്ഥിച്ച യേശുവുണ്ട്, സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധാത്മാവുണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം, പിതാവായ ദൈവത്തിൻ്റെ സ്വരമുണ്ട്. അപ്പം ആരൊക്കെയുണ്ട് ഇതിനകത്ത്? യേശുവുണ്ട്, പിതാവായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ഈ 3 പേരും ഉണ്ട്. ആമേൻ. പ്രാർത്ഥിക്കുന്ന കുടുംബത്തോടു കൂടി ഈ 3 പേരും ഉണ്ട്. ഈ ആലയ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഈ സ്ഥലത്ത് ഈ 3 പേരും ഉണ്ട്. ഈ 3 പേരും ഉണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടെ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. ആമേൻ. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യമാണ്. ഇനിയിപ്പോൾ ഈ മാസം കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവല്ലായിരുന്നോ? എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ചു? ഇതൊരു നിയോഗത്തോടെ പ്രാർത്ഥിച്ചതാ, ഒരു ചടങ്ങായിട്ട് തുടങ്ങിയതല്ല. മനസ്സിൽ ദൈവം തന്ന നിയോഗത്തെ വെളിപ്പെടുത്തിയതാണ്. ശ്രദ്ധിച്ചേ, ഇങ്ങനെയുള്ള യേശുവിനെ ആർക്കും എവിടെയും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. വാക്യം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുവാണ്. അപ്പോൾ ഫരിസയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് കൊടുക്കാം ആലോചന. വലിയ പുള്ളികളാ പോയത്. നിയമജ്ഞരും പരിസയരും, നിയമം പഠിച്ചവർ, സമൂഹത്തിലെ വലിയ നേതാക്കന്മാർ യേശുവിനെ വാക്കിൽ കൊടുക്കാൻ നോക്കിയിട്ട് അവർക്ക് പറ്റാതെ വന്ന് അവർ നാണം കെട്ട് തിരിച്ചു പോയി എന്നാണ്. പല സ്ഥലത്തും കുടുങ്ങിപ്പോയവരില്ലേ? നമ്മുടെ മക്കൾ പറയില്ലേ, എൻ്റെ മക്കൾ ഏതോ ഒരു ബന്ധത്തിൽ പോയി കുടുങ്ങിക്കിടക്കുവാ, അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾ മദ്യത്തിൽ കുടുങ്ങിക്കിടക്കുവാണ്, മയക്കുമരുന്നിൽ കുടുങ്ങിക്കിടക്കുവാണ്. ദൈവാത്മാവിനെ ലഭിച്ചാൽ നിന്റെ കുഞ്ഞുങ്ങളോ നിന്റെ ജീവിതമോ എവിടെയും കുടുങ്ങിപ്പോകത്തില്ല. ആമേൻ. പലർക്കും ഈ ബോധ്യമില്ല. പലരും എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ നിലവിളിക്കുന്നത്, വെറുതെ ഒച്ചയുണ്ടാക്കാൻ ഞാനില്ല, എനിക്ക് ഈ പരിപാടി ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഉപദേശിക്കുന്നവരെ ഇഷ്ടമല്ലാത്തവരുണ്ട്. നല്ലത് പറഞ്ഞു കൊടുത്താൽ ദേഷ്യപ്പെടുന്നവരുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, ഒരാൾക്കും നിന്നെ കൊടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. നിയമജ്ഞരും പരിസയരും പോയി PhD എടുക്കാൻ പോയിരിക്കുക, അവര് ഡോക്ടറേറ്റ് എടുക്കാൻ പോയിരിക്കുക. എങ്ങനെ പുള്ളിനെ കൊടുക്കാന്ന് നമ്മുടെയൊക്കെ കൊടുക്കാൻ പലരും നോക്കുന്നുണ്ട്. പലരും പല സ്ഥലത്തും കുടുങ്ങിപ്പോയി. എല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങൾ പറയില്ല, എൻ്റെ പൈസ അയാൾ ജോലി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചോണ്ട് എൻ്റെ 10 ലക്ഷം രൂപ പോയി, എൻ്റെ 6 ലക്ഷം രൂപ പോയി, എൻ്റെ 50,000 രൂപ. പല സ്ഥലത്തും കുടുങ്ങിപ്പോയ മനുഷ്യരുണ്ട്. പല ബന്ധങ്ങളിലും കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. നിനക്ക് ദൈവത്തെ കിട്ടിയാൽ, ദൈവത്തിൻ്റെ ശക്തി കിട്ടിയാൽ, നിന്നെ ആർക്കും എവിടെയും, ഈ സൂര്യന് താഴെയുള്ള ഒരു ശക്തിക്കും നിന്നെ എവിടെയും കൊടുക്കാൻ കഴിയത്തില്ല. ആമേൻ. ആമേൻ. വിശ്വസിക്കുന്നോ ഇത്? എങ്കിൽ ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റു നിന്നേ. ഒരു നിമിഷം എഴുന്നേറ്റു നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. എവിടെയും നമ്മൾ ഓർക്കില്ല, എൻ്റെ കൊച്ചിനെ എങ്ങനെ ഹോസ്റ്റലിൽ വിടും, എങ്ങനെ ആ രാജ്യത്ത് വിടും, അവർ പ്രാർത്ഥിക്കുവോ, ദൈവത്തെ ആരാധിക്കുവോ, വല്ല കൊടുക്കത്തിൽ പോയി ചാടുവോ? പേടിയില്ലേ? ഭയമില്ലേ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ കാര്യം ഒന്നും കൂടെ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിക്കേ. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പം നിയമജ്ഞർക്കും പരിസയർക്കും PhD എടുത്തവർക്ക്, വലിയ പുള്ളികൾക്ക് യേശുവിനെ
വാക്കിൽ പോലും കൊടുക്കാൻ പറ്റിയില്ല. ഇതൊരു വലിയ കാര്യമാണ്. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുന്നത് ഭാഗ്യമാണ്. ആണോ അല്ലയോ? ചിലർ ശത്രുവിനെ മിത്രമായും കാണും, മിത്രത്തെ ശത്രുവായും കാണും. വലിയ കഴിവാ. ഒരാൾ നിന്റെ മുമ്പിൽ 15 മിനിറ്റ് സംസാരിക്കാനിടയായാൽ അയാൾ ആരാന്ന് പിടികിട്ടാൻ ദൈവത്തിൻ്റെ ഭാഷ നിനക്ക് വേണം. ദൈവത്തിൻ്റെ ഭാഷ അറിയുമോ? ദൈവത്തിൻ്റെ ഭാഷ, ദൈവത്തിനൊരു ഭാഷയുണ്ട്. അത് വായിക്കാൻ അറിയുന്നവൻ ഒരു സ്ഥലത്തും സൂര്യന് താഴെയുള്ള ഒന്നിൻ്റെ മുമ്പിലും അവൻ കുടുങ്ങിപ്പോകത്തില്ല. അവനോട് 10 മിനിറ്റുമ്പോഴേ മിണ്ടുമ്പോഴേ അവൻ അറിയാം ഇയാൾ ആരാണ്, എന്താണ് ഉദ്ദേശം, എന്തുദ്ദേശത്തോടെയാ വന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന് 15 മിനിറ്റിനുള്ളിൽ അവനെ പിടികിട്ടാൻ തുടങ്ങും. കാരണം അവൻ ദൈവാത്മാവിൽ നിറഞ്ഞവനാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും അപ്പച്ചന്മാർക്കും ഈ കഴിവ് വേണം. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു അമ്മ പറഞ്ഞു, എൻ്റെ മകനെ എനിക്ക് കറക്റ്റ് സമയത്ത് തിരുത്താൻ കഴിഞ്ഞതാ രക്ഷപ്പെട്ടത്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? അപ്പോൾ ആ അമ്മ പറഞ്ഞു, കഴിഞ്ഞ വർഷമാണ് പറഞ്ഞത്, ഇപ്പം പറഞ്ഞപ്പോൾ ഓർമ്മ വരുവാണ്. ആ കൊച്ചു സ്കൂളിലേക്ക് പോയി. അവൻ്റെ മുറിയൊക്കെ നന്നായിട്ട് അടുക്കിയൊക്കെ വച്ചിരിക്കുന്ന, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല ഓക്കെയാണ്. പക്ഷെ സ്കൂളിൽ അവൻ പോയി കഴിഞ്ഞ് ആ അമ്മയ്ക്ക് തോന്നി പശുവിനൊക്കെ പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് അവൻ പഠിക്കാനിരിക്കുന്ന ആ മുറി, അവൻ കിടക്കുന്ന റൂമൊന്ന് അടിച്ചിട്ടാലോ എന്ന് അമ്മയ്ക്ക് തോന്നുവാണ്. അമ്മ ഒരു ചൂലൊക്കെ എടുത്തോണ്ട് വന്ന് ലൈറ്റൊക്കെ ഇട്ട് അവൻ്റെ മുറി, തൻ്റെ മകൻ്റെ മുറി അടിച്ചു വാരുമ്പോൾ അമ്മയുടെ മനസ്സിൽ തോന്നുവാണ് ആ അലമാരിയിൽ അവൻ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകമൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി അടുക്കണമെന്ന്. അത് ഓൾറെഡി അത്യാവശ്യം അടുക്കിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ അമ്മ പുസ്തകം എടുത്ത് താഴോട്ട് വെച്ച് അടുക്കി വെക്കാൻ നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് ഒരു പൊതി കിട്ടുന്നു. അമ്മ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് എന്നതാണെന്ന് പിടികിട്ടിയില്ല. ഉടനെ അമ്മ അവിടെ നിന്ന് ആ പൊതി എന്തോ ഒരു സംശയം തോന്നി അടുത്ത വീട്ടിലെ ആ വ്യക്തിയോട് ചോദിച്ചു, മോനെ ഇത് എൻ്റെ കൈ ഒരു പൊതി കിട്ടിയിട്ടുണ്ട്, ഇത് എന്നതാ നോക്കിക്കേ. ആ വ്യക്തി ഇത് നോക്കിയിട്ട് പറഞ്ഞു, അമ്മച്ചി ഇത് എവിടുന്ന് കിട്ടി? അമ്മച്ചി ഇത് ലഹരിയാണ്, ഇത് കഞ്ചാവാണ്, ഇത് എവിടുന്ന് കിട്ടി? അമ്മച്ചി പറയുവാണ്, ആ സമയത്ത് എനിക്ക് ആ മുറി അടിച്ചു വാരാൻ ആ ബുക്ക് എടുത്ത് നോക്കാനോ എൻ്റെ മനസ്സിലാരോ പറയുന്ന പോലെ, എൻ്റെ മനസ്സിലാരോ ഇങ്ങനെ ആ ബുക്കൊക്കെ ഒന്ന് അടുക്കി നോക്കിക്കേ. അന്ന് കണ്ട് അവനെ തിരുത്തിയത് കൊണ്ടും അവന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടും അല്ലെ അവൻ എല്ലാം പോയി കുടുങ്ങിയേനെ. അവനിൽ ഞങ്ങൾക്ക് ഒത്തിരി പ്രത്യാശയുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് ദൈവത്തിൻ്റെ ഭാഷ അറിയാൻ കഴിവ് വേണം. ഏതാണ്? കന്നഡയും മലയാളവും ഇംഗ്ലീഷും തുളുവും മാത്രം പോരാ, ദൈവത്തിൻ്റെ ഭാഷ അറിയണം. അതുകൊണ്ടാണ് ബൈബിൾ പറയും, ദൈവരാജ്യത്തിൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവരാജ്യത്തിൻ്റെ അപ്പമാണ് ദൈവത്തിൻ്റെ വചനം, അത് ഭക്ഷിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ ഭാഷ അറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് നുണ പറയുവാണ്, നിങ്ങൾക്ക് അറിയുമോ? അറിയത്തില്ല, അവർ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് അറിയത്തില്ല. കണ്ണുകളെ ഒന്ന് അടച്ച്, യേശുവിൻ്റെ മേൽ ഈ ആത്മാവ് വന്നപ്പോൾ, ഈ ശക്തി വന്നപ്പോൾ, പഠിച്ച് PhD എടുത്ത നിയമജ്ഞർക്കും പരിസയർക്കും അവനെ വാക്കിൽ പോലും കൊടുക്കാൻ പറ്റിയില്ല. അവർ മനസ്സ് മടുത്തവർ ലജ്ജിച്ച് തിരിച്ചുപോയി എന്നാണ്. അവൻ്റെ ജ്ഞാനത്തെ പറ്റി അവർ അത്ഭുതപ്പെട്ട് വിസ്മയഭരിതരായി അവർ വാലും ചുരുട്ടി ഓടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. വലിയ പഠിച്ച പുള്ളികൾ, നിയമജ്ഞര്, പരിസരം ഇപ്പം വിചാരിച്ചു അവനെ വാക്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, നിങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുമ്പോൾ അവരൊരു കുടുക്കത്തിലും ചെന്ന് ചാടുകയില്ല. അവരെ ആർക്കും കൊടുക്കാൻ കഴിയുകയില്ല. നിങ്ങളെയും ആർക്കും സൂര്യന് താഴെയുള്ള ഒരു ശക്തിക്ക് നിങ്ങളെ കൊടുക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ ശക്തിയും എടുക്കും ബലം കൊണ്ടല്ല കേട്ടോ, നിങ്ങൾക്ക് കിട്ടിയ ആത്മബലം കൊണ്ട്. ദൈവത്തിൻ്റെ ഭാഷ നിനക്കറിയുമോ? ദൈവം നിന്നോട് സംസാരിച്ചാൽ അത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല. ബൈബിളിൽ സാമുവേലിനെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചപ്പോൾ സാമുവേലിന് ദൈവത്തിന്റെ ഭാഷ മനസ്സിലായതല്ലേ? സാമുവേലിന്റെ ശിരസിൽ ഒരു കിരീടം വന്നത്. ഒന്ന് കണ്ണുകളെ അടച്ച് ദൈവത്തിന്റെ ഭാഷ പിടികിട്ടണം കേട്ടോ. ചിലപ്പോൾ ചില മനുഷ്യരെ നമുക്ക് പിടികിട്ടത്തില്ലെന്നേ. ചില മനുഷ്യരെ നമുക്ക് പിടികിട്ടത്തില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് എന്നെ നോക്കിക്കേ. പട്ടി എങ്ങനെയാണ് കടിക്കാൻ വരുന്നത്? പട്ടി ചിരിച്ചോണ്ടല്ല കടിക്കാൻ വരുന്നത്. കടിക്കാൻ വരുന്നത് നമുക്ക് കാണുമ്പോഴേ അറിയാം ഈ പട്ടി കടിക്കാനാണ് വരുന്നതെന്ന്. മനുഷ്യൻ എങ്ങനെയാണ് കടിക്കാൻ വരുന്നത്? ചിരിച്ചോണ്ടാണ്. പുള്ളി നമ്മൾ ഓർക്കും, ഇത്രയും നല്ല മനുഷ്യൻ ഈ വില്ലേജിൽ, ഈ പഞ്ചായത്തിലില്ല. എന്ത് നല്ല ചിരിയാണ് ആ മനുഷ്യൻ്റേത്. പലരും പോയി അങ്ങനെയാ കുടുങ്ങിയത്. ഒരു പട്ടി കടിക്കാൻ വരുന്നത് അത് ചിരിച്ചോണ്ടല്ല, അത് ദേഷ്യത്തോടെ. അതിൻ്റെ വരവ് കാണുമ്പോഴേ നമ്മൾ വടിയിടണം, കയ്യിലെടുക്കും. മനുഷ്യൻ വരുന്നതോ, നമ്മളെ കടിക്കാൻ വരുന്നവനെ നമ്മൾ പറയും ഇവിടെ ഇരിക്കുക, അകത്തിരിക്കുക, നാളെ പോയാൽ മതി എന്നാണ് പറയുന്നത്. പുള്ളിനെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല, ശത്രുവിനെ പിടികിട്ടിയിട്ടില്ല, മിത്രത്തെ പിടികിട്ടിയില്ല. ശത്രുവാരാ മിത്രവാരാ ആദ്യം അറിയണം. ദൈവത്തിൻ്റെ ഭാഷ അറിയണം.
പ്രാർത്ഥിക്കുന്നവൻ മുറ്റത്ത് തിണ്ണേ വരുമ്പോഴേ അറിയാം ഇവനെ അകത്തോട്ട് കയറ്റണോ, ഇവനെ ഇപ്പം തന്നെ പറഞ്ഞു വിടണോ എന്ന്. അപ്പോൾ ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, നീ എന്താടി അങ്ങനെയൊക്കെ പറയുന്ന, പുള്ളി നല്ല മനുഷ്യനാ. അല്ല, എനിക്ക് മനസ്സിൽ തോന്നിയില്ല, എനിക്ക് ആ മനുഷ്യനോടൊത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ ചിലർ പറയില്ലേ, ആ മനുഷ്യനൊരു കള്ളനായിരുന്നു, എൻ്റെ പൈസയെല്ലാം പോയി, ഇപ്പം നാട് വിട്ടുപോയി. അപ്പോഴേ നിൻ്റെ ഭാര്യ പറഞ്ഞതല്ലേ പുള്ളിയോടൊത്ത് ബിസിനസ് ചെയ്യേണ്ടെന്ന്. ദൈവത്തിൻ്റെ ഭാഷ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ പിടികിട്ടും. ദൈവം സംസാരിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാകും. യാക്കോബിന് അത് അറിയാമായിരുന്നു. യാക്കോബിനോട് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭാഷ യാക്കോബിന് മനസ്സിലായി, സാമുവേലിനോട് മനസ്സിലായി. ദൈവത്തിൻ്റെ ഭാഷ അറിയുമോ നിനക്ക്? ഒന്ന് കണ്ണുകളെ അടയ്ക്കാം ഒരിക്കൽ കൂടി. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ എന്നേക്കാൾ വിവരമുള്ളവരുണ്ട്, എന്നേക്കാൾ അറിവുള്ളവരുണ്ട്, എന്നേക്കാൾ കഴിവും സൗന്ദര്യവും സമ്പത്തുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ ചിലപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ ഭാഷ അറിയുണ്ടാവില്ല. പ്രാർത്ഥിച്ചേ, കർത്താവേ, യേശുവിനെ പോലും വാക്കിൽ കൊടുക്കാൻ PhD എടുത്തവന്മാരിറങ്ങി. നമ്മുടെ മക്കൾ കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, കാനഡയിൽ പോകുമ്പോൾ, ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ, UAE ചെല്ലുമ്പോൾ, അബുദാബി ചെല്ലുമ്പോൾ പലതും കുടുങ്ങാൻ, പലതും കൊടുക്കാൻ, പല കുടുക്കുകൾ ചൂണ്ടയായിട്ടും മീൻപിടുത്തക്കാരെ ചൂണ്ടയായിട്ടിരിക്കുന്നത് പോലെ പല ചൂണ്ടകളും ഉണ്ട്. അവിടെയൊന്നും പോയി കുടുങ്ങാതിരിക്കാൻ. കുടുങ്ങിയാൽ ചെകിള പോകും. ചൂണ്ടയിൽ മീൻ കുടുങ്ങിയാൽ മീനിൻ്റെ ചെകിള പറഞ്ഞു പോവും. പിന്നെ അതിൻ്റെ ലൈഫ് പോയി. പിന്നെ അതിനൊറ്റ കാര്യമുള്ളൂ, അത് ചട്ടി കറിയാവും. അത്ര എൻ്റെ ഭാവി തീർന്നു. എവിടെയും പോയി കുടുങ്ങരുത്. ആരെയും അന്ധമായി ചാടിക്കറി വിശ്വസിക്കരുത്. ചിലപ്പോൾ നിന്റെ പ്രിയപ്പെട്ടവർ പറയുന്നത് നിനക്ക് ദേഷ്യമായിട്ട് തോന്നും. നന്മ പറഞ്ഞു തരുന്നവരോട് നമുക്ക് തട്ടിക്കേറും, ദേഷ്യം തോന്നും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച്, നിയമജ്ഞരും ഫരിസയരും സാധാരണക്കാരല്ല കേട്ടോ, വലിയ വിവരമുള്ളവർ, പഠിച്ച പണി 18 അറിയാവുന്നവർ, യേശുവിനെ വാക്കിൽ കൊടുക്കാൻ ചെന്നേച്ച് വാലും ചുരുട്ടി തിരിച്ചു പോകേണ്ടി വന്നു. എന്നാ കാരണം? യേശുവിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. യേശുവിൽ ആ ഒരു ശക്തി ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ നിങ്ങളുടെ മക്കളെയൊക്കെ മനസ്സിൽ കണ്ടോണ്ട് പറഞ്ഞ്, കർത്താവേ, എപ്പോഴും കുപ്പിയിലിട്ട് വയ്ക്കാൻ പറ്റത്തില്ല നമ്മുടെ പിള്ളേരെ ഒന്നും. അവർ കോളേജിൽ പോകുന്നു, അവിടെ പോകുന്നു, ടൂറ് പോകുന്നു. എവിടെ പോകുമ്പോഴും, ഏത് രാജ്യത്ത് പോയാലും, ഏത് നാട്ടിൽ ജീവിച്ചാലും, ഏത് കോളേജിൽ പോയാലും ഒരു സ്ഥലത്തും ചെന്ന് കുടുങ്ങിപ്പോകാതിരിക്കാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ ഭാഷ കൈകാര്യം ചെയ്യാൻ ഇവിടെയുള്ളവർക്ക് കഴിവ് ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ ഭാഷ നിനക്കറിയുമോ? ഇല്ലെങ്കിൽ അത് പഠിച്ചെടുക്കണം. ദൈവത്തിൻ്റെ ഭാഷ സഹോദരി നിനക്കറിയുമോ? ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് പിടികിട്ടുന്നുണ്ടോ? ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ മനസ്സിലായാൽ സൂര്യന് താഴെയുള്ള ഒന്നിനും നിന്നെ കൊടുക്കാൻ പറ്റത്തില്ല. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒരു സൈഡിൽ പ്രാർത്ഥിക്കുമ്പോൾ മറു സൈഡിൽ നിനക്കുള്ളതിനെ ദൈവം കരുതിക്കൊണ്ടായിരിക്കുന്നത്. മറു സൈഡിൽ നീ കാണുന്നില്ല. ദൈവമേ, ഒരു വീടില്ല. ഉള്ള വീടാണെങ്കിൽ മുഴുവൻ പാത്രം വെച്ചിരിക്കുക. ആ വീട്ടിനകത്ത് മുഴുവൻ ചോർച്ചയാണ്. അതിൻ്റെ മുകളിൽ ഒരു ആസ്പെറ്റോസ് മാറ്റിയിടാൻ പൈസയില്ല. പക്ഷെ നിനക്കപ്പുറത്ത്, നിന്റെ നിയോഗത്തിൻ്റെ അപ്പുറത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു നല്ല ഭവനത്തെ ഒരുക്കുന്നുണ്ട് കുഞ്ഞെ. വേറെ ആരെയോ ഒരാളെ കൊണ്ട് ആ വീട് പണിയിച്ചുകൊണ്ടിരിക്കുക. വേറെ ആരോ നിനക്കുള്ളൊരു വീട് പണിതുകൊണ്ടിരിക്കുക. അവര് വീട് പണിത് കഴിഞ്ഞ് കച്ചവടം ചെയ്യുക. നീ മേടിക്കും. നീ ആഗ്രഹിച്ച വീട് നിന്റെ കയ്യിൽ വരും. നീ ആഗ്രഹിച്ചത് നിന്റെ കയ്യിൽ വരും. നീ ആഗ്രഹിച്ചത് നിന്റെ ജീവിതത്തിൽ വരും. സൂര്യന് താഴെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ഈ പെന്തക്കോസ്താ ദിവസം പ്രാർത്ഥിച്ച്, യേശുവിൽ നിറഞ്ഞ് അതേ ആത്മാവിനിൽ വരണമേ, യേശുവിൽ നിറഞ്ഞ് അതേ ആത്മാവിനിൽ വരണമേ. ഒരു തെറ്റായ ബന്ധത്തിലോ, ഒരു മദ്യത്തിലോ, മയക്കുമരുന്നിലോ എവിടെയും കുടുങ്ങിപ്പോകാൻ, ഒരു തലമുറ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞ് ശബ്ദമുയർത്തി യേശുവേ സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്, ശബ്ദമുയർത്തി പറഞ്ഞ്, ശബ്ദമുയർത്തി പറഞ്ഞ്, വിശ്വാസത്തോടെ പറഞ്ഞ്, ജീസസ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ അളവില്ലാതെ നിറയണമേ. പാടാൻ വേണ്ടി പാടല്, ബോധ്യത്തിൽ നിന്ന് പാടാം. പരിശുദ്ധാത്മാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. അത് മുട്ടോളം പോരായി, അരയോളം പോരായി. അത് മുട്ടോളം പോരായി, അത് അരയോളം
ഒരു നിമിഷം ശ്രദ്ധിച്ചേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ ഭാഗ്യം, എന്തോ ഒരു അനുഗ്രഹം നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. എന്തിനാ ഇത് പാടുന്നതെന്ന് അറിയാവോ? ധ്യാനമായോണ്ട് പാടിയൊരു പാട്ടായിട്ടല്ല. പാട്ടല്ലേ പാടിയേക്കാം, ചുമ്മാ ഒന്ന് മൂളിയേക്കാന്നല്ല. എവിടെയും നീ കുടുങ്ങിപ്പോകാതിരിക്കാൻ. മീൻ ചൂണ്ടയിൽ കുടുങ്ങിയാൽ അത് ചട്ടിയിലെ കറിയാവുള്ളൂ. അത്രയുള്ള എൻ്റെ ലൈഫ് തീർന്നു. പല മനുഷ്യരും ചൂണ്ടയിൽ മീൻ പോലെ കുടുങ്ങിയിട്ടുണ്ട്. പല സ്ഥലത്തും ചെകിള പറഞ്ഞു പോവും, ജീവൻ നഷ്ടപ്പെട്ടു പോകും. കുടുങ്ങരുത്. സ്വന്തം കഴിവ് പോരാ, ദൈവം തരുന്ന കഴിവ് വേണം. ആളുകൾ പറയുന്ന ആ മധുരം പുരട്ടിയ വാക്കുകളിലൊന്നും ചാടിക്കറി വിശ്വസിച്ചേക്കല്ല. മനുഷ്യൻ ചതിക്കാൻ വരുന്നത് ചിരിച്ച മുഖത്തോടെയാണ്. മനുഷ്യൻ അങ്ങനെയാണ്, എന്നാണെന്നറിയത്തില്ല. അങ്ങനെയാണ് എന്തോ മനുഷ്യൻ. ചിരിക്കുന്ന എല്ലാവരെയും വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ലെന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചേ. എന്തിനാ ഇത് പാടുന്നതെന്നറിയാവോ? യേശുവിനെ പോലും വാക്കിൽ കൊടുക്കാൻ, തോപ്പിക്കാൻ നോക്കി. വാലം ചുരുട്ടിക്കൊണ്ട് പോയി ഫരിസേയരും. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപ വരുമ്പോഴേ അതിനെ നഷ്ടപ്പെടുത്താൻ പലരും വരും. കച്ചകെട്ടി ഇറങ്ങും പലരും. പലരും നമ്മളെ തകർക്കാൻ നോക്കും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ. അതുകൊണ്ട് നമ്മൾ പറയുവാണ്, ദൈവമേ എവിടെയും കുടുങ്ങിപ്പോകരുത്, എവിടെ എൻ്റെ പൈസ നഷ്ടപ്പെടരുത്, എവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടരുത്. എവിടെയും എവിടെയും പറയണം, പറഞ്ഞു പ്രാർത്ഥിക്കണം. മനസ്സിൽ വച്ചാൽ പോരാ. യേശുവിനെ പോലും കൊടുക്കാൻ നോക്കിയെങ്കിൽ നമ്മുടെ കാര്യം പറയണോ? ഒരവസരം നോക്കിയാൽ പലരും നിൽക്കുന്നേ. ഒരവസരം. നമ്മളൊക്കെ ചിലരെ, അത് നിങ്ങൾക്കൊരു കഴിവ് വേണം കേട്ടോ. എന്നറിയോ? മിനിമം ആകട്ടോ പറയുന്നേ. ഒരാളോട് സംസാരിക്കുന്ന 15 മിനിറ്റിനുള്ളിൽ അയാൾ ആരാണെന്ന് നിൻ്റെ മനസ്സിൽ പിടികിട്ടണം. അയാളൊരു ശുദ്ധനാണ്, അയാൾക്ക് കഥയില്ല. അയാളെ ചില ശ്രദ്ധിക്കണം. അയാളുടെ ഭാവം കറക്റ്റല്ല. എങ്ങനെ മനസ്സിലായി? അത് ദൈവത്തിൻ്റെ ഭാഷ എനിക്കറിയാം. ദൈവം സംസാരിക്കും. അധികം നേരമൊന്നും വേണ്ട, 15 മിനിറ്റ് മതി ഒരാളെ നിനക്ക് മനസ്സിലാകാൻ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്ക് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഞാൻ ചാടിക്കേറി അങ്ങ് വിശ്വസിച്ച് എൻ്റെ പൈസയും പോയി, ഇപ്പം എൻ്റെ നല്ല പേരും പോയി, എല്ലാം പോയി. പോയത് പോട്ടെ, വീണ കുഴിയിൽ വീണ്ടും വീണേക്കല്ല കേട്ടോ. വീണ കുഴിയിൽ വീണ്ടും ചാടിയേക്കല്ല. ഒന്ന് പ്രാർത്ഥിച്ചേ, കണ്ണുകളടച്ച്. ഈ അനുഗ്രഹീതനായ പാട്ടുകാരൻ ജോണ് പാടുവാണ്, പരിശുദ്ധാത്മാവേ എന്ന് പറയുമ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാൻ സ്നാനം നൽകിയപ്പോൾ സ്വർഗം തുറന്നു പറഞ്ഞ അതേ ആത്മാവ് ഹോളി സ്പിരിറ്റ് നിന്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് വരണം. എൻ്റെ ജീവിതത്തിലേക്ക് വരണം. അങ്ങനെയുള്ള ഒരു അഭിഷേകം നിനക്ക് കിട്ടിയാൽ സൂര്യന് താഴെയുള്ള ഒരു ശക്തിക്കും, ഒരു ബുദ്ധിക്കും, ഒരു മനുഷ്യനും നിന്നെ എവിടെയും കൊടുക്കാൻ പറ്റത്തില്ല. നിന്റെ ജീവിതത്തെയോ, സമ്പത്തിനെയോ, ബിസിനസിനെയോ, നിന്റെ ആരോഗ്യത്തെയോ, നിന്റെ വിദ്യാഭ്യാസത്തെയോ, നിന്റെ നല്ല ഭാവിയെയോ ഒരിടത്തും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നിന്നെ നയിക്കുന്ന ഒരു ശക്തി നിന്റെ അകത്തുണ്ട്. നിന്നെ നയിക്കുന്ന ഒരു വലിയ ശക്തി നിന്റെ അകത്തുള്ളതാ. ഒന്ന് പറഞ്ഞു പാടി, പരിശുദ്ധാത്മാവേ. ശബ്ദമുയർത്തി പറഞ്ഞേ, പരിശുദ്ധാത്മാവേ. ഇനി എന്റെ ജീവിതം നിറയണമേ. എല്ലാവരും പാടാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. അത് മുട്ടോളം പോരായി, പിന്നെയോ അത് അരയോളം പോരായി. അത് മുട്ടോളം പോരായി, അത് അരയോളം പോരായി. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. ഇത്
തെറ്റുകളിൽ നിന്ന് ശരികളിലേക്കുള്ളൊരു യാത്രയാണ്. വേറൊന്നുമല്ല, തെറ്റുകളിൽ നിന്ന് ശരികളിലേക്കുള്ളൊരു യാത്ര. ഇനി ഞാൻ പഴയ പോലെയൊന്നും തകരത്തില്ല. ഒരു ഇഞ്ച് താണു പോകാൻ ദൈവം സമ്മതിക്കില്ല. കണ്ണുകളടച്ച് ഈ വാക്കൊന്ന് ഓർത്തേ. എന്നിലെ നന്മയെ തകർത്ത് കളയാൻ ആരെക്കൊണ്ടും ഞാൻ സമ്മതിക്കത്തില്ല. ഇതൊരു നല്ല തീരുമാനമാണ്. എന്നിലെ നന്മയെ ഇല്ലാതാക്കാൻ ആരെക്കൊണ്ടും ഞാൻ സമ്മതിക്കില്ല. എന്നിലെ അഭിഷേകത്തെ ഇല്ലാതാക്കാൻ ഒന്നിനെക്കൊണ്ടും ഞാൻ സമ്മതിക്കുകയില്ല. ഒരു സൈഡിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ മറു സൈഡിൽ നീ പ്രാർത്ഥിച്ചത് നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഇതുവരെ നടത്തിയ ദേവൻ ഇതുക്കു മേലെ ഉങ്ങളെ നടത്തും. നിങ്ങൾ ജപിച്ചവർക്കും നനച്ചവർക്കും മേലെ കടവുൾ ആശീർവദിപ്പാർ. ആഗ്രഹിച്ചതിലും നനച്ചതിലും, ആഗ്രഹിച്ചതിലും നീ ജപിച്ചവർക്കും നനച്ചവർക്കും മേലെ കടവുൾ ആശീർവദിപ്പാർ. ആഗ്രഹിച്ചതിലും പ്രാർത്ഥിച്ചതിലും മേലെ. ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ഒരു നേർച്ച നേര് എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം ലഭിക്കുമ്പോൾ എനിക്കൊരു സാക്ഷ്യത്തെ ദൈവനാമ മഹത്വത്തിനായി പറയുവാൻ ഇടവരണം. എനിക്ക് ആ ഒരു പ്രാർത്ഥനയോടെ നിൽക്കുവാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുവാണ്. പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ എന്ന് പ്രാർത്ഥന വേണം. ഇപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒന്ന് ഓർത്തേ. ഇന്ന് ഇവിടെ എഴുതി സമർപ്പിച്ചിരിക്കുന്ന 395 നിയോഗമുണ്ട്. 1 മുതൽ 395 നിയോഗം. ഇന്നലെ സമർപ്പിച്ച 213 നിയോഗങ്ങൾ. അതിലോരോ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ എടുത്തു വച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ പത്രോസ് വെള്ളത്തിൽ താന്നുപോയൊരു സമയമുണ്ട്. ഇവിടെയുമുണ്ട് ജീവിതത്തിൽ താന്നുപോയവർ, പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് പോകുന്നവർ, ഞെരുക്കങ്ങളിൽ നിന്ന് മറ്റൊരു ഞെരുക്കത്തിലേക്ക് പോകുന്നവർ, താഴോട്ട് പോകുന്നവർ. ഏതു കാര്യമാണ് മനസ്സുകൊണ്ട് ജീവിതം കൊണ്ട് താഴോട്ട് പോകുന്നു. ആ സമയത്ത് പത്രോശ്ലീഹ ഉറക്കെ വിളിച്ചു, കർത്താവെ രക്ഷിക്കണമേ. യേശു ഉടനെ അവൻ്റെ കയ്യിൽ പിടിച്ചൊരു പറഞ്ഞ ഒരു കാര്യം, എന്തിനാ നീ ഭയപ്പെട്ടത്? ഞാനതിന് മറ്റൊരു വാക്ക് പറയട്ടെ. താഴോട്ട് പോയ നിന്റെ കാലം തീർന്നു. പ്രശ്നങ്ങളുടെ കാലം കഴിഞ്ഞു. പ്രതിസന്ധിയുടെ കാലം കഴിഞ്ഞു. ഇനി ഒരു ഇഞ്ചു നീ താഴോട്ട് പോകത്തില്ല. ഈ തകർച്ചയിൽ നിന്ന് മറ്റൊരു തകർച്ചയിലേക്ക് നീ പോകില്ല. കാരണം നിന്റെ കരത്തെ മുറുകെ പിടിക്കുന്നൊരു ദൈവം അനുഭവിക്കുന്ന സമയമാണ്. ഈ സമയം പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടുവാൻ സ്നേഹിക്കുന്നേ. എൻ്റെ ജീവനെ രക്ഷിക്കുന്ന ദൈവത്തെ ഞാൻ സ്നേഹത്തോടെ കാണുകയാണ്. കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾ താന്നുപോയത്? ഞാൻ നിങ്ങളോട് പരപ്രാവശ്യം പ്രസംഗിച്ചിരുന്നല്ലോ. സ്കൂളിലെ കിട്ടുന്ന കഞ്ഞിയും പയറും ഒന്നും അന്നത്തെ കാലത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ചത്തുപോകുമായിരുന്നു, മരിച്ചു പോകുമായിരുന്നു. അല്ലെങ്കിൽ വെറും 2400 രൂപയുടെ ചൈന മൈക്ക് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കാൻ കഴിയുമോ? ചിന്തിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു മീഡിയ റൂമില്ല, ഒരു സംവിധാനവും ഇല്ലാത്തൊരു സാധാരണ സ്ഥലത്തുനിന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ലോകത്തെത്തിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ കരത്തെ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടെന്ന അർത്ഥം. ഇതുവരെ നടത്തിയ ദേവൻ ഇതുക്കു മേലെ നിന്നെ നടത്തുമെന്നാണ് അർത്ഥം. നീ നനച്ചതിലും പ്രാർത്ഥിച്ചതിലും മേലെ
നീ നനച്ചെറുക്കും ജപിച്ചെറുക്കും മേലെ കടവുൾ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെല്ലാം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ അത് മറ്റൊരു സൈഡിൽ ദൈവം നിനക്ക് വേണ്ടി അത് കരുതുന്നുണ്ട്. ഒരു മനുഷ്യൻ വീടിന് വേണ്ടി ആഗ്രഹിച്ചു, വീട് മേടിച്ചപ്പോൾ പറയുന്നു, ഇതുപോലത്തെ ഒരു വീടാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഒരു വീടിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഏതോ ഒരു മനുഷ്യനിലൂടെ നിനക്കുള്ളൊരു വീടിനെ അപ്പുറത്ത് ദൈവം പണിയുന്നുണ്ടായിരുന്നു. നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ മറ്റൊരു സൈഡിൽ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നു. ഒരിഞ്ചു നീ താഴോട്ട് പോകത്തില്ല. നിന്റെ കരത്തെ ദൈവം മുറുക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് കണ്ണുകളെ അടച്ച് ഇപ്പോൾ പാടി പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ പോവുകയാണ്. ചേർന്ന് പാടിയേ. സ്നേഹിക്കുന്നേ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുന്നേ യേശുവേ, പറഞ്ഞു സ്നേഹിക്കുന്നേ യേശുവേ, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. പറഞ്ഞു എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ശബ്ദമുയർത്തി പാടാമോ? വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. പിന്നെയോ ജീവൻ നൽകിയിടും. പറഞ്ഞു ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. എല്ലാവരും ചേർന്ന് ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. ആ കരം നീട്ടി പിടിച്ച് പറഞ്ഞേ. സ്നേഹിക്കുന്നേ, പാടാൻ വേണ്ടിയല്ല, പാടാൻ വേണ്ടി പാടണ്ട. ഹൃദയത്തിൽ നിന്ന്, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ സൂര്യന് താഴെയുള്ള ഒന്നിനെയും നിനക്ക് പേടിക്കേണ്ടി വരും. സ്നേഹിക്കുന്നേ യേശുവേ, അങ്ങേ പിരിഞ്ഞും പറഞ്ഞ് അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. ശബ്ദമുയർത്തി പറയാമോ? അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധാരയിൽ. ശബ്ദമുയർത്തി പറഞ്ഞത് വിശ്വാസത്തോടെ പറഞ്ഞു. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ. അതുകൊണ്ട് കരമുയർത്തി യേശുവിനെ നോക്കി പറഞ്ഞ് സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. ശബ്ദമുയർത്തി സ്നേഹിക്കുന്നേ പറഞ്ഞേ. അത്ഭുതങ്ങൾ സംഭവിക്കണമേ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കണമേ, അത്ഭുത വിടുതലുകൾ സംഭവിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും ആരാധിച്ച്. ദൈവരാജ്യത്തിന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. തകർന്ന കുടുംബങ്ങളെ പണിയണമേ, തകർന്ന കുടുംബങ്ങളെ പണിയണമേ, തകർന്ന ജീവിതങ്ങളെ പണിയണമേ, തകർന്ന തരിപ്പണമായ ജീവിതങ്ങളെ പുതുക്കി പണിയണമേ. അങ്ങേ പിരിഞ്ഞു, അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. പറഞ്ഞ് വിശ്വസിച്ച് അങ്ങേ പിരിഞ്ഞും പറഞ്ഞ് അങ്ങേ മറന്നും അങ്ങേ യാതൊന്നും ചെയ്യാനില്ല, യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ
രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പറഞ്ഞു, ഇപ്പോൾ അത്ഭുതങ്ങളുടെ വാതിലെ തുറക്കണമേ, ഈ ജനത്തോട് സംസാരിക്കണമേ, തിന്മയുടെ ആധിപത്യങ്ങളെ പൊളിക്കണമേ, ഈ ജനത്തെ വിടുവിക്കണമേ, ഈ ജനത്തെ വിടുവിക്കണമേ, ഈ ജനത്തെ പുതുക്കി പണിയണമേ, ഈ ജനത്തിന്റെ കുടുംബങ്ങളെ പണിയണമേ, ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. പറഞ്ഞ് 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 സ്നേഹിക്കുന്നേ, എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാ അമ്മമാരും സ്നേഹിക്കുന്നേ യേശുവേ, എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. ഇവിടെ നിന്ന് വചനം കേൾക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, തകർന്ന ജീവിതങ്ങളെ പണിയണമേ. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. അധരം തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ് പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ. ഇപ്പോൾ വിശുദ്ധ ജലം തളിച്ച് സമൂഹത്തെയും നേർച്ച ഭക്ഷണത്തെയും വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷമാണ് ദിവികാരുടെ പ്രദക്ഷിണം ആരംഭിക്കുക. അതിനു മുമ്പ് എല്ലാവരും കേട്ടെ, പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, താന്നു പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തെ രക്ഷിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് നിയോഗം സമർപ്പിച്ച 395 പേരെയും ഒരാളെ പോലും മാറ്റി നിർത്താതെ സമർപ്പിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നറിയാമോ? ഒരു അപ്പനും അമ്മയും പറഞ്ഞു, എൻ്റെ മകൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലെന്താണ് വിഷയമെന്ന് ചോദിച്ചാൽ, ആ വ്യക്തിക്ക്, ഈ വ്യക്തി ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഭാര്യയും മക്കളും ഉള്ളതാണ്. എന്തു ചെയ്യും? ആ വ്യക്തി തന്നെ പറഞ്ഞു, മാതാപിതാക്കൾ പറഞ്ഞു, അവൾക്ക് അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്, അവളെ ആരും വഴക്ക് പറയാത്തതിൻ്റെ കുഴപ്പം അല്ല, അവൾക്ക് ആവശ്യമായ അനുഗ്രഹത്തെ കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്, അവൾക്ക് ആവശ്യമായ ദൈവകൃപയില്ലാത്തതിൻ്റെ കുഴപ്പമാണ്, ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാകാത്തതിൻ്റെ കുഴപ്പമാണ്, ദൈവരാജ്യത്തിൻ്റെ അപ്പം ഭക്ഷിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ദൈവരാജ്യത്തിൻ്റെ അപ്പം ഭക്ഷിക്കണം. ദൈവത്തിൻ്റെ ഭാഷ നിനക്കറിയുമോ? ദൈവത്തിൻ്റെ ഭാഷ അത് മനസ്സിലാക്കുന്ന സമയമായത്. പ്രാർത്ഥിച്ചു. ആ വ്യക്തി, ആ സഹോദരി പറഞ്ഞു, അച്ചോ എനിക്കറിയാം ഞാൻ സ്നേഹിക്കുന്നത് കൊള്ളത്തില്ലാത്ത, എനിക്കൊരിക്കലും അത് തെറ്റാണ് ഞാൻ ചെയ്യുന്നറിയാം, പക്ഷേ എനിക്ക് മാറാൻ പറ്റുന്നില്ല. പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന എഴുതി കൊടുത്ത്, സഹോദരി, ദൈവമേ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്ക്. ആ പ്രാർത്ഥനയാണ് ആ വിടുതലിന് കാരണമായത്. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായി സ്തുതിച്ച് ആരാധനയുടെ കരമടിച്ച് പാടുമ്പോൾ വിശുദ്ധ ജലം തളിച്ച് സമൂഹത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, അപ്പോൾ നിങ്ങൾ സൗഖ്യമുള്ളവരായി മാറും. ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു ജീസസ്. ശബ്ദമുയർത്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന, ആരാധന ആരാധന രാജാതിരാജന് ആരാധന. ചേർന്ന് പാടാമോ? ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. കരമടിച്ച് ആരാധന ആരാധന
ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷകരും ആ ഒരുക്കത്തിലായിരിക്കുക. നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടോ മെഡിക്കൽ റിപ്പോർട്ടോ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മണ്ണോ വെള്ളമൊക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടവരുണ്ട്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഒരു സഹോദരിയുടെ വയറിൽ ക്യാൻസർ ആണെന്നോ സംശയമുള്ളൊരു മുഴയുണ്ടായിരുന്നു. ആ വ്യക്തിക്കാണെങ്കിൽ ഓപ്പറേഷൻ, ഹോസ്പിറ്റൽ, ഇഞ്ചക്ഷൻ എല്ലാം പേടിയുമാണ്. ആ വ്യക്തി പ്രാർത്ഥിച്ചു, എൻ്റെ വയറിനകത്ത് ഒരു അത്ഭുതം നടക്കണമെന്ന്. എൻ്റെ വയറിനകത്ത് ഒരത്ഭുതം നടക്കണമെന്ന്. ആ പ്രാർത്ഥന പിന്നീടുള്ള ചെക്കപ്പിൽ അത് അത്ഭുതമായി മാറി, അത് സൗഖ്യമായി മാറി. നിങ്ങൾ പ്രാർത്ഥിക്കുക. പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ, അതിൻ്റെ കോപ്പി കൊണ്ടുവന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിനകത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കാണാൻ പറ്റണം. എനിക്കൊരു നല്ല ജോലിക്ക് പോകാനുള്ളൊരു വഴിയായി, ഒരു മാർഗമായി ഇത് മാറണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക. പ്രദക്ഷിണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് കരങ്ങളെ നീട്ടിപ്പിടിക്കാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാകട്ടെ, ഇത് അടയാളങ്ങളുടെ സമയമാകട്ടെ. നിയോഗം സമർപ്പിച്ച 315 പേരെ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, ഇന്ന് പരിശുദ്ധ കുർബാന എടുത്തുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷയെ കൂടി അങ്ങ് അനുഗ്രഹിക്കണമേ, ഇവിടെയുള്ള സകല മനുഷ്യരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ സാന്നിധ്യം നിറയണമേ. ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കണമേ. ദൈവത്തിന്റെ ചലനം ഇവിടെ സംഭവിക്കണമേ. ദൈവത്തിന്റെ ശക്തി ഇവരിൽ പ്രവർത്തിക്കണമേ. രോഗികളുടെ മേൽ സൗഖ്യമായത് വ്യാപരിക്കണമേ. ഇന്ന് നിയോഗം സമർപ്പിച്ച 395 പേരെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അധരങ്ങളെ തുറന്ന് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ്, ലഭിക്കുമെന്ന ഉറപ്പാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്തും ദൈവത്തിന്റെ കരം തൊടണമേ, ദൈവത്തിന്റെ അത്ഭുത കരം തൊടണമേ. ദൈവത്തിന്റെ കരം നീളം കുറഞ്ഞു പോയിട്ടില്ല. ദൈവത്തിന്റെ കരം ഇതാ രോഗികളെ തൊടുന്നു. ഇതാ വിഷമിച്ചിരിക്കുന്നവരെ ദൈവത്തിന്റെ കരം തൊടുന്നു. ഇതാ രോഗികളെ ദൈവത്തിന്റെ കരം സ്പർശിക്കുന്നു. ഇതാ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യൂല്ലയോ, ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്ന് ശക്തനല്ലയോ. ചെങ്കടലിലും
കഴിയുന്ന മനുഷ്യരുണ്ട്, വേദനയോടെ കഴിയുന്ന മനുഷ്യരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. രോഗികളുടെ മേൽ സൗഖ്യമായത് വരട്ടെ. അനുഗ്രഹത്തിന്റെ വാതിലുകളെ ഞങ്ങളുടെ നേരെ തിരിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ചേർന്ന് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. അവൻ എല്ലാവരും ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരും, പ്രത്യേകിച്ച് ഈ ഹാളിൽ മാത്രമല്ല, താഴത്തെ ചാപ്പലിൽ, താഴെയുള്ള മുറ്റം, സൈഡിലുള്ള വരാന്തകൾ, ചുറ്റുപാടും ഇരിക്കുന്ന എല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്തുകയാണ്. ജീവിതത്തിൽ നല്ല സമയമുണ്ട്, വളരെ മോശ സമയമുണ്ട്. ഉണ്ടോ? നമുക്കൊക്കെ ചില സമയം പറയില്ല, എൻ്റെ സമയം വളരെ മോശമാണെന്ന്. എല്ലാത്തിനും സമയം, നല്ല സമയവും മോശ സമയവും ഉണ്ട്. ചില ആൾക്കാരെ നോക്കിയിട്ട് പറയേ അത് അയാളുടെ നല്ല കാലമാണ്. മരം മുറിക്കുന്ന ആളുകൾ പക്കം നോക്കി മുറിക്കണമെന്ന് പറയും, അല്ലെങ്കിൽ അത് കേടുവന്നു പോകും. തേനെടുക്കുന്നവർ പറയും ഇപ്പോൾ തേനെടുക്കേണ്ട സമയമല്ല, ഈച്ച ചത്തുപോകുമെന്ന് പറയും. തേനെടുക്കാനൊരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. മനുഷ്യർ പറയും എന്നാന്നറിയില്ല, എന്തു ചെയ്താലും തിരിച്ചടിക്കുന്ന സമയമാണ്, എന്ത് ചെയ്താലും പരാജയമാണ്. ചില സമയത്ത് ചതച്ചിട്ടാലും കിളുക്കുന്ന സമയമാണ്, നല്ല സമയമുണ്ട്. പക്ഷെ ചില മോശപ്പെട്ട സമയമാണ് നല്ല സമയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എപ്പോഴെന്നറിയാമോ? ജീവിതത്തിലെ ഏറ്റവും മോശമുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കും. ജീവിതത്തിൽ സംഭവിച്ച മോശ സമയം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സമയത്താണ് പല മനുഷ്യരെയും നമുക്ക് പിടികിട്ടിയത്. ദൈവം ആരാന്ന് നമ്മൾ അറിഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും മോശ സമയത്താണ്. അന്ന് നമ്മൾ കൂടുതൽ കരഞ്ഞത്, ഒറ്റയ്ക്കിരുന്നത്. ആ സമയത്ത് നമ്മൾ ദൈവത്തിലാണോ ആശ്രയിച്ചത്? അതൊരു നല്ല സമയത്ത് നിനക്കെത്താനുള്ള മുഴുവൻ ശക്തിയും ആ മോശ സമയത്തായിരിക്കും കിട്ടിയത്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ സമയം ഒത്തിരി മോശമായിരിക്കും. എൻ്റെ സമയം മോശമാ, അതല്ലേ എല്ലാവരും പറയുന്നത്. എനിക്ക് സങ്കടമാ, എന്ത് ചെയ്താലും നഷ്ടമാ. സാരമില്ല, അത് രാവും പകലും പോലെ അത് മാറി ഒരു നല്ല സമയത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാനാ ഇവിടെ നിന്നെ ദൈവം വിളിച്ചുകൊണ്ട് ഇരുത്തിയത്. ദൈവത്തിൻ്റെ ഭാഷ നിനക്കറിയുമോ? ദൈവത്തിൻ്റെ ഭാഷ അറിഞ്ഞാൽ സൂര്യൻ്റെ താഴെയുള്ള ഒന്നിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. സൂര്യൻ താഴെയുള്ള ഒന്നിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. നിനക്ക് ദൈവത്തിൻ്റെ ഭാഷ അറിയാം. ഇനി നിങ്ങൾ എഴുതിയിട്ട നിയോഗങ്ങളെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഏൽപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾ. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. അത് പറയുമ്പോൾ, ഈ ആളുകളുടെ നിയോഗം പറയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പറയണം, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന്. മനസ്സിലായോ? അത് വെളിയിലുള്ള രാജ്യം, ഇന്ത്യക്ക് പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ശുശ്രൂഷകൾ ഉപയോഗിക്കുന്നൊരു പ്രാർത്ഥനാ മെത്തേഡാണ്. നിയോഗം പറയുമ്പോൾ അടുത്തു നിൽക്കുന്ന ആളുകളുടെ കരങ്ങൾ ചേർത്ത് പിടിക്കും. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന ആരെയും ശ്രദ്ധിക്കത്തില്ല. അവർ ശിരസൽപ്പം കുനിച്ച്, അവർ എൻ്റെ കാര്യമായിരിക്കില്ല പറയുന്നത്. അവർ പറയുന്നത്, ഇപ്പോൾ പറയുന്നത് ഒരു ജോലിക്ക് വേണ്ടി, എനിക്ക് വീട്ടിൽ ജോലി ആവശ്യമില്ല, പക്ഷെ എന്നാലും അവർ പറയും ആ പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന്. ഒരാൾ പ്രാർത്ഥിച്ചാൽ ശക്തിയുണ്ട്. അപ്പോൾ 1000 പേര് പ്രാർത്ഥിച്ചാലോ? ഒരു കൂട്ടം ആളുകൾ പല ഭാഗത്തുനിന്ന് ഒരുമിച്ച് ഒരു കുടുംബമായി നിന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അത്ഭുതങ്ങൾ നടക്കും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് അടുത്തു നിൽക്കുന്ന ആളുകളുടെ കരങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുക. ശുശ്രൂഷകർ ജനത്തിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ഈ ജനം നമ്മുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ച് വന്നവരാണ്. ഈ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ഈ ജനം പലരും വേദനയിലാണ്, പലരും കണ്ണുനീരിലാണ്, അവർ പലരും കഷ്ടകാലത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ മരിക്കണമെന്ന് വരെ ചിന്തിച്ചവർ ഇതിനകത്തുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് കൊണ്ട് 10 പാപം ചെയ്യുന്ന മനുഷ്യരുണ്ട്. ജീവിതത്തിൽ തകർന്നവരും പൊട്ടിപ്പൊളിഞ്ഞവരും എല്ലാം നഷ്ടപ്പെട്ടവരും ഇതിനകത്തുണ്ട്. ഒരു പ്രതീക്ഷയില്ലാത്ത വിധം വീണുടഞ്ഞു പോയവരുണ്ട്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് തകർന്നു പോയല്ലോ, എൻ്റെ ജീവിതം പാളിപ്പോയല്ലോ, എത്തേണ്ടടുത്ത് അവരെ എത്തിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് 395 പേരെയും ഇന്നലെ സമർപ്പിച്ച 292 പേരെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം വെച്ചവരെ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുകയാണ്. നല്ലൊരു ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിച്ചവരെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം, ശുശ്രൂഷകർ പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കണമെന്ന്, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കണം.
വിവാഹപ്രായമായിട്ടും മക്കളുടെ വിവാഹം നടന്നിട്ടില്ല. അവരുടെ വിവാഹം നടക്കുവാൻ ഇപ്പോൾ യേശുവിന്റെ തൃക്കരങ്ങളിൽ ആ വിഷയത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം നടക്കുവാൻ യേശുവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിയോഗം സമർപ്പിച്ച 395 പേരെ യേശുവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്ഥലം വിൽക്കുവാൻ, ഒരു വീട് പണിയുവാൻ നിയോഗം വെച്ചവരുണ്ട്. സ്ഥലം വിൽക്കുവാൻ, ഒരു വീട് പണിയുവാൻ. ഒന്ന് കേട്ടെ, സ്ഥലം വിൽക്കുവാൻ, ഒരു സ്ഥലം മേടിക്കാൻ, ഒരു വീട്. നമ്മൾ ചിന്തിക്കും, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ? ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിൻ്റെ മുകളിൽ മുഴുവൻ ടാർപ്പാ ഷീറ്റ് വിരിച്ചിരിക്കുന്നു. ഒരു വീടിൻ്റെ അകത്ത് 5-6 പാത്രങ്ങൾ, ബക്കറ്റ് പാത്രങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. എന്താണ് പാത്രം? മഴ പെയ്യുമ്പോൾ വെള്ളം ചാടുമെന്ന്. ഇത് മുഴുവൻ ചോർന്നൊലിക്കുക. ഈ കാലഘട്ടത്തിലുമുണ്ട് ചോർന്നൊലിക്കുന്ന വീടുള്ളവർ. 1000 വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, ഒരു വീട് ദൈവം തന്നായിരുന്നെങ്കിൽ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും വീടില്ലാത്തവരുണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു നല്ല ഭവനമില്ലാത്തവരുണ്ടോ? വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടോ? കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹമുള്ള ഭവനങ്ങളെ ദൈവം കൊടുക്കണമേ. അനുഗ്രഹമുള്ള ഭവനങ്ങളെ കൊടുക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച്, മദ്യപാനിയായ ഭർത്താവ് നിസാര വിഷയമൊന്നുമില്ല. അയാൾ ഇച്ചിരി കുടിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അയാൾ കുടിച്ചതിലൂടെ അയാളുടെ ഭാര്യയും മക്കളും അനുഭവിക്കുന്ന വിഷമങ്ങൾ അറിയുമോ? എത്രയോ വ്യക്തികളാണ് വിവാഹം കഴിഞ്ഞ് വർഷം 18 20 ഒരു സമാധാനം എന്നാന്ന് അറിഞ്ഞിട്ടില്ല, സ്നേഹിക്കാൻ അറിയത്തില്ല, എന്നും ചീത്തയും തെറിയും സംശയവും മാത്രം. കുടുംബങ്ങൾ തകർന്ന് മദ്യപാനത്തിലൂടെ, മയക്കുമരുന്നിലൂടെ ഇപ്പോൾ തകർന്ന കുടുംബങ്ങളുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ചില അപ്പച്ചന്മാർ, അമ്മമാർ ഇന്ന് എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, എൻ്റെ മകളെ ഞാൻ പ്രതീക്ഷയോടെ ഇത്ര പവൻ സ്വർണ്ണമൊക്കെ കൊടുത്ത് ആഘോഷമായി കെട്ടിച്ചയച്ചതാ. അവിടെ ഇടിയും തല്ലും ചതയും കൊണ്ട് അവൾ മരിക്കാറായി. പക്ഷെ പ്രാർത്ഥിക്കണം. വിചാരിച്ച് ഒരുപാട് പ്രതീക്ഷയോടെ വിവാഹം നടത്തി അയച്ച അനേകം കുടുംബങ്ങൾ തകർച്ചയിലാണ്. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, നിങ്ങളൊരു വിവാഹം കഴിക്കുവാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ സ്നേഹിക്കാൻ കഴിയുന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. സ്നേഹിക്കാൻ ഒരാൾ പോലും മദ്യത്തിലും മയക്കുമരുന്നിലും ആരുടെയും കണ്ണുനീര് വീഴ്ത്താൻ ഇടയാകരുത്. ഒരു നിമിഷം ഒന്ന് കരങ്ങളെ ഉയർത്തിക്ക്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അപ്പച്ചന്മാർ, അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞെന്നേ, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവളെ കല്യാണം, അവൻ കള്ളുകൂടി അടച്ചു, അവന് സംശയമാണ്, വഴക്കാണ്, വീട്ടിൽ കടത്തി പൊറപ്പിക്കത്തില്ല, ഇനി എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കുടുംബജീവിതം തകർന്നവർ ഇതിനകത്തുണ്ട്. പരാജയപ്പെട്ടു പോയവരുണ്ട്, സമാധാനം അനുഭവിക്കാത്ത. കരങ്ങളെ ഉയർത്തി തകർന്ന കുടുംബങ്ങളെ വിടുവിക്കണം. തകർന്ന കുടുംബങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുക. തകർന്ന കുടുംബങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഒരു കുടുംബവും അനാഥമായി പോകരുത്. യേശുവിന്റെ നാമത്തിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്. ഒത്തിരി പേര് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥന ചോദിച്ചു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, നിന്റെ കരങ്ങളിൽ ഒരു കുഞ്ഞിരിക്കുന്നത് നീ വിശ്വാസത്തിൽ കാണാൻ പറ്റുമോ? നിന്റെ കരങ്ങളിൽ ഒരു കുഞ്ഞിരിക്കുന്നത്, ഒരു ആൺകുഞ്ഞ് നിന്റെ കയ്യിൽ ഇരിക്കുന്നത്, ഒരു പെൺകുഞ്ഞിനെ നീ കയ്യിലെടുത്ത് നീ വിശ്വാസത്തിൽ കാണ്. നീ ആഗ്രഹിച്ചത് നിന്റെ കയ്യിൽ വരും. ദൈവം നിനക്ക് ചില വഴികളെ തുറക്കും, ചില വഴികളെ തുറക്കും. വിവിധ ഭാഷകൾ പഠിക്കുന്നവരെ ഓർത്ത്, ജർമ്മൻ ഭാഷ പഠിക്കുന്ന, ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്നവർ വിവിധ രാജ്യങ്ങളിൽ. ഇനി ഒന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി മാതാപിതാക്കളുണ്ട്, +2 കഴിഞ്ഞു, ഇനി എന്നാ പഠിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല, ഏത് ഭാഷയാണ് പഠിക്കേണ്ടത്, ഏത് രാജ്യത്താണ് പോകേണ്ടത്. ഞാനിങ്ങനെയൊന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുക. അത് എത്രമാത്രം എങ്ങനെ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. എല്ലാ കണ്ണുകളും അടച്ചിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല മിടുക്കരാകുന്നത് വിശ്വാസത്തിൽ കാണുവാണ്. പെൺകുഞ്ഞുങ്ങളുണ്ട്, ആൺകുഞ്ഞുങ്ങളുണ്ട്, യുവതി യുവാക്കളുണ്ട്. രക്ഷപ്പെട്ടു വരണം കേട്ടോ. ഞങ്ങൾ ഈ തൊണ്ണ പൊട്ടിച്ച് കാറുന്നതേ, ഈ അലറുന്നതേ, ഈ ശബ്ദം ഉണ്ടാക്കുന്നതേ, ഇതൊരു ആരാധനയാണ്. ഇതൊരു പ്രശ്നമുണ്ട്, ഒരു പ്രതിസന്ധിയിൽ നിന്ന് പറയുവാണ്. നിങ്ങൾ രക്ഷപ്പെട്ടു, ഉഴപ്പിപ്പോയേക്കെല്ലാവരും രക്ഷപ്പെട്ടു വന്നോണം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയൊന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു മിടുക്കരാകുന്നത് കണ്ടേ. ഈ മാസം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ചേരുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, നമ്മൾ ചിന്തിക്കും എല്ലാവരും നാട് വിട്ടുപോയാൽ എങ്ങനെ ഇരിക്കും? എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, നാട്ടിൽ ആരുണ്ട്?
നമ്മൾ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടാലല്ലേ നമ്മുടെ വീട് രക്ഷപ്പെടൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടാൽ അതിലൂടെ നമ്മുടെ വീട് രക്ഷപ്പെടും. എനിക്കറിയാം പല കുടുംബങ്ങളും രക്ഷപ്പെട്ടത് അവരുടെ മക്കളിലൂടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഭാഷ പഠിക്കുന്നവർ ഓർത്ത് രക്ഷപ്പെട്ടോ. നിങ്ങൾ ഉയർന്നു പോകുമ്പോൾ നിങ്ങളുടെ വീടിനെ മുഴുവൻ രക്ഷിക്കാനാ നിങ്ങളെ ദൈവം ഉയർത്തുന്നേ. നിങ്ങൾക്കൊരു നല്ല കാലം വരുമ്പോൾ അനുഗ്രഹിച്ച ദൈവം മറന്നേക്കരുത്, ആരാധിക്കാൻ മറന്നേക്കരുത്. നിങ്ങൾക്കൊരു നല്ല കാലം വരുമ്പോഴേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിച്ചു മാർക്ക് നേടി ജോലി നേടി കാശായി അവിടെ വീടായി നാട്ടിൽ വീടായി ആരാധിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. എവിടെ എത്തുമ്പോഴും ഓർത്തോണം, നിന്നെ ഇന്ന് എത്തേണ്ടിടത്ത് എത്തിച്ചത് ആരുടെയൊക്കെയോ പ്രാർത്ഥനയാണ്, ആരുടെയൊക്കെയോ കണ്ണുനീരാണ്. നമ്മുടെ രണ്ട് കരങ്ങളും എല്ലാ തലമുറകൾക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കാം. മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ശുശ്രൂഷകർ പ്രാർത്ഥിച്ച്, ഭാഷ പഠിക്കുന്നവർ, നഴ്സിംഗ് പഠിക്കുന്നവർ, CA പഠിക്കുന്നവർ, പല രാജ്യങ്ങളിൽ പോകാൻ സ്വപ്നം കാണുന്നവർ, ജോലി ആഗ്രഹിക്കുന്നവർ രക്ഷപ്പെട്ടു വരണം. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഹൃദയത്തോട് ചേർക്ക്. സമയം 9:50 കഴിഞ്ഞു. പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തിൽ ആഴപ്പെടാൻ പ്രാർത്ഥിക്കട്ടെ. അലർജി രോഗങ്ങൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കട്ടെ. ദൈവഹിതം തിരിച്ചറിയാൻ, ദൈവത്തിൻ്റെ ഭാഷ അറിയാൻ കഴിവ് ലഭിക്കട്ടെ. ഒരു സ്ഥലത്തും കുടുങ്ങിപ്പോകാതിരിക്കട്ടെ. MBBSനും നഴ്സിംഗിനും പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തെറ്റായ ബന്ധങ്ങൾ വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ചില കേസുകളിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂവിൽ വിജയം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. കൊടുത്ത പണവും സ്വർണവും തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ജീവിതമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിച്ചേ. വെള്ളത്തിൽ താന്നുപോയ പോലെ താന്നു പോകുന്നവരുണ്ട് മനുഷ്യർ. എൻ്റെ ചുറ്റും നിൽക്കുന്ന നിങ്ങൾ അനേകം വേദനയിൽ നിൽക്കുന്നവരാണ്. കാഴ്ച കാണാൻ വന്നവരല്ല, എന്നെ കാണാൻ വന്നവരല്ല. നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വന്നവരാണ്. പത്രോസ്ലിഹ ദൈവത്തെ വിളിച്ച പിന്നെ 1 ഇഞ്ച് താഴോട്ട് പോയിട്ടില്ല. ദൈവത്തെ ആരാധിക്കുന്നവൻ 1 ഇഞ്ച് താഴോട്ട് പോകില്ല. ഒന്ന് കണ്ണുകളെ അടച്ച്. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ നാളുകൾ ജീവിതത്തിലുണ്ട്. എല്ലാ കണ്ണുകളും അകത്തും പുറത്തും താഴത്ത് ചാപ്പലിലും മുറ്റത്തും ഒക്കെ ഇരിക്കുന്നവരില്ലേ, ശുശ്രൂഷകരില്ലേ, കരഞ്ഞുകൊണ്ടാ ഉറങ്ങുന്നത്. കണ്ണീര് തോർന്നിട്ടൊരു ദിവസമില്ല. അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ നാളുകൾ ജീവിതത്തിൽ കടന്നുപോയി. ഇത് പാടുമ്പോഴേ ഞങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട് കേട്ടോ. എഴുതിയിട്ട ഒരു നിയോഗവും വേസ്റ്റ് കടലാസിൻ്റെ കൂടെ പോയിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്തു വച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ശുശ്രൂഷ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിയോഗം അതാ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരാളെയും തള്ളിക്കളയല്ലേ എന്ന്. കർത്താവെ, ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ, കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഇത് പാടിയതുപോലെ ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആരുടെയും മുഖം നോക്കിയല്ല കേട്ടോ പറയുന്നത്. കരഞ്ഞുകൊണ്ടുറങ്ങിയ രാവുകളുണ്ട്. ഇവിടെ വന്നേ പിന്നെ ഇച്ചിരി സമാധാനം കിട്ടിയെന്ന് പറയുന്നവരുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ വീട്ടിൽ വഴക്ക്, സമാധാനമില്ല, ഒന്ന് സ്നേഹിക്ക് പോലും ഒരു സുഖമാണെന്ന് പോലും ചോദിക്കത്തില്ല, എന്നാ കൊണ്ട് വിശേഷം എന്ന് പോലും ചോദിക്കില്ല. പല സങ്കടങ്ങൾ, ഒറ്റപ്പെടൽ അനുഭവിച്ചവർ കരഞ്ഞുകൊണ്ടുറങ്ങിയ ആളുകളില്ലേ, കരഞ്ഞുകൊണ്ടുറങ്ങിയ ജീവിതങ്ങളില്ലേ ഇതിനകത്ത്. ഒന്ന് പാടിയേ. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ കാങ്ങും തലോടലുമായി നാഥൻ ചാരയും. ഈ പാടിയത് എത്ര അമ്മമാരെ സംബന്ധിച്ച് സത്യമാണെന്നറിയാവോ? ചിലർ ജോലിയുള്ളവരാ, വീട്ടിൽ വന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാ. ഒരിക്കലൊരു ഭാര്യ പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്, എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭർത്താവിൻ ഉടുത്ത തുണിയും പിള്ളേരുടെ തുണിയെല്ലാം ഒരു ബക്കറ്റിനകത്ത് ഇട്ടുവെക്കും, അല്ലാതെ ആ അലക്ക് മെഷീനകത്ത് പോലും ഇടില്ല ആ മനുഷ്യൻ. പോരാത്തതിന് എന്നെ സംശയവുമാണ്. കരഞ്ഞുകൊണ്ടല്ലാത്ത ഞാൻ ഡോക്ടർ ആരുടെ മുമ്പിൽ കരയും? സ്വസ്ഥതയുള്ളൊരു മനസ്സോടെ ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പ്രാർത്ഥിക്കണം ഫാദർ. കരഞ്ഞുകൊണ്ടുറങ്ങുന്ന മനുഷ്യരുണ്ട്. ഈ ശുശ്രൂഷകരിൽ ചിലരും നിൽക്കുന്ന മനുഷ്യരിലും ഒക്കെ കരഞ്ഞുകൊണ്ടുറങ്ങിയവരുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടുണ്ട് കരഞ്ഞുകൊണ്ട്. കർത്താവേ, ഈ ആലയത്തിൽ നിൽക്കുന്ന മനുഷ്യർ വേദനയോടെയാണ് നിൽക്കുന്നത്. ഉള്ളിൽ തട്ടിയാണ് ഞങ്ങൾ പാടിയത്. കരഞ്ഞുകൊണ്ട് ഇവരുടെ കണ്ണുനീർ തുടച്ച് ഇവരെ ബലപ്പെടുത്തണം. നിങ്ങൾ രക്ഷപ്പെട്ടു വരണം.
കർത്താവെ, ഞങ്ങൾ ഇന്ന് പാടുമ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ട ജോർജ് അച്ഛനെയും ജോയ്സ് അച്ഛനെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവരൊക്കെ ഞങ്ങളുടെ ആലയത്തിൽ വന്നത് അനുഗ്രഹമായും ആശീർവാദമായും ഒരു ബഹുമാനം ഞങ്ങളെ അംഗീകരിച്ചതിന് തുല്യമായി ഞങ്ങൾ കാണുന്നു. പ്രിയപ്പെട്ട തോമസ് അച്ഛനെയും ജോസഫ് അച്ഛനെയും സോജനച്ഛനെയും എല്ലാ വൈദികരെയും ഞങ്ങൾ ഓർത്ത് ടിനോ അച്ഛനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജോൺസൺ പുതുശ്ശേരി അച്ഛൻ്റെ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ട തോമസ് അച്ഛനും ജോർജ് അച്ഛനും ഒക്കെയും ഈ ആലയത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അക്ഷീണം പ്രയത്നിച്ചവരും പ്രാർത്ഥിച്ചവരും ഈ ആലയം ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിക്കുവാൻ വേണ്ടി പിറകിൽ ഓടിയവരും നടന്നവരും യാത്ര ചെയ്തവരും അധ്വാനിച്ചവരുമാണ്. അവരുടെയൊക്കെ ആശീർവാദമാണ് ഈ അനുഗ്രഹമായി മാറിയത്. പ്രിയപ്പെട്ട ജോർജ് അച്ഛനെ സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. എല്ലാവരും പറഞ്ഞു കരഞ്ഞുകൊണ്ടുറങ്ങിയ ശബ്ദം ഉയർത്തി എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു. ഒരിക്കൽ കൂടി പറഞ്ഞ് കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ. ആ കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കണമേ, അടയാളങ്ങൾ സംഭവിക്കണമേ, വിടുതലുകൾ സംഭവിക്കണമേ, രോഗശാന്തികൾ സംഭവിക്കണമേ. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ.